നമസ്കാരം. കേരളത്തെ സംബന്ധിച്ച് ഏറെ ദുഃഖം നിറഞ്ഞ ഒരു ദിവസമാണ്. മണ്ണാർക്കാട് 4 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ കുരുന്നുകൾക്കാണ് റോഡ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ഓർമ്മയിൽ നിന്ന് തന്നെ നമുക്കിന്ന് സൂപ്പർ പ്രൈം ടൈം ആരംഭിക്കാം. ഇന്ന് സൂപ്പർ പ്രൈം ടൈമിന്റെ വിഷയവും പൊതുനിരത്തുകളാണ്. തിരുവനന്തപുരത്ത് ഗതാഗതം തടഞ്ഞ് റോഡിന് നടുക്ക് വേദി കിട്ടിയ സംഭവത്തിൽ പോലീസിനെ നിർത്തിപ്പൊരിച്ച് ഹൈക്കോടതി. പോലീസ് എന്തുകൊണ്ട് വേദി പൊളിച്ച് ഗതാഗതം പുനഃസ്ഥാപിച്ചില്ല എന്ന് കോടതി ചോദിച്ചു. സ്റ്റേജിൽ ഇരുന്നവർക്കെതിരെ കേസില്ലേ? വീഡിയോ പരിശോധിച്ച് ആരൊക്കെയാണ് വേദിയിൽ ഇരുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. പരിപാടിക്ക് വന്ന വാഹനങ്ങൾ പിടിച്ചെടുത്തോ എന്ന് കോടതി ചോദിച്ചു. ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാനാണ് സമ്മേളനം അനുവദിച്ചത് എന്നതാണ് പോലീസിന്റെ വാദം. ഈ വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ കെ അനിൽകുമാർ CPIM, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ അനിൽ തിരുമല BJP, അഡ്വക്കേറ്റ് ബൈജു നോയൽ അഭിഭാഷകൻ എന്നിവർ. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, കോടതി അതിശക്തമായിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഇത് CPMന് മാത്രം ബാധകമായ, അല്ലെങ്കിൽ റോഡിന് നടുക്ക് സമ്മേളനം അനുവദിച്ച പോലീസിന് മാത്രമായ നിരീക്ഷണമാണോ? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെയും സാമൂഹ്യ സംഘടനകളെയും മതസംഘടനകളെയും സംബന്ധിച്ച് അവർക്ക് തോന്നിയത് മാതിരി പരിപാടി നടത്താം, ജനങ്ങൾ ബുദ്ധിമുട്ടെങ്കിൽ ബുദ്ധിമുട്ടട്ടെ, അവർക്ക് തോന്നുന്നത് പോലെ ചെയ്യാം എന്ന ആ ഒരു മനോനിലക്കേറ്റ പ്രഹരമായി ഹൈക്കോടതിയുടെ ഇന്നത്തെ രൂക്ഷമായ ചോദ്യങ്ങൾ കാണാൻ തയ്യാറുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ കാണുന്നതിന് ഒരു മനപ്രയാസവും ഇല്ല. കാരണം നമ്മളൊക്കെ പൗരബോധം അല്പമെങ്കിലും അവശേഷിക്കുന്ന മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണമല്ലോ. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും മതസാമുദായിക സംഘടനകൾക്കും മറ്റ് ഇത്തരത്തിലുള്ള ഏത് സംഘടനകൾക്കുമുള്ള ഒരു തിരിച്ചറിവിലേക്ക് കൂടി വഴിതെളിക്കുന്നതാണ്. ഇവിടെ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് പോലെയോ ഏതെങ്കിലും ഘോഷയാത്രകൾ നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ ഉത്സവങ്ങളുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നടത്തുന്നത് പോലെയല്ല. അതൊക്കെ മുൻകൂട്ടി പോലീസിനെ അറിയിച്ച് അനുമതി വാങ്ങി അത് ഗതാഗത ക്രമീകരണമൊക്കെ പോലീസ് തന്നെ ഒരുക്കി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചയുടെ ഭാഗമായിട്ട് ആറ്റുകാൽ പൊങ്കാലയും CPMന്റെ സമ്മേളനവുമായിട്ടാണ് CPMന്റെ പല പ്രതിനിധികളും കമ്പയർ ചെയ്യുന്നത് പോലും നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ ഈ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ള വിഷയം ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം, 6-7 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിനൊക്കെ കാരണം എന്താ? CPMന്റെ വഞ്ചൂർ ഏരിയ സമ്മേളനം പൊതുവഴി കയ്യേറിക്കൊണ്ട് നടത്തുന്നതാണ്. അത് സമ്മേളനം മാത്രമല്ല, പൊതുസമ്മേളനം മാത്രമല്ല, അവർ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം കൂടി നടത്തുകയാണ്. ഈ വഴിയിലൂടെ വഞ്ചിയൂർ ആ റൂട്ടിലൂടെ പോയ മുഴുവൻ മനുഷ്യരും ആ നാടകം അല്ല കണ്ടത്. നിങ്ങളൊക്കെ ഞങ്ങളെ ഈ നാടിന് എതിരാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട. കാരണം കമ്മ്യൂണിസ്റ്റാക്കി ഇപ്പോൾ ഇവരെല്ലാവരും മനുഷ്യത്വ വിരുദ്ധ ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് കിടക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും വിശദമായിട്ട് കിടക്കുന്നില്ല. പക്ഷേ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു സമരമോ ഒരു പ്രതിഷേധ പ്രകടനമോ അത്തരത്തിലുള്ള ഒരു കാര്യമോ അല്ല നടന്നത്. ഇനി മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള ഒരു സമരമാർഗവുമല്ല. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന സമരങ്ങളോ അല്ലെങ്കിൽ അത്തരം സർക്കാർ ഓഫീസുകളുടെ മുമ്പിൽ നടക്കുന്ന മുൻകൂട്ടി അറിയിച്ചുകൊണ്ടുള്ള സമരങ്ങളോ അതുമായിട്ട് ഒന്നും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് CPMന്റെ ഭരണത്തിലുള്ള അവരുടെ അധികാരവും ഹുങ്കും വെച്ചിട്ടുള്ള അവരുടെ അധിനിവേശം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. പൊതുവഴി കെട്ടിയടച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെയും കോടതിയുടെയും മതിലിന് തൊട്ടപ്പുറത്ത് ഇത്തരത്തിലൊരു സമ്മേളനാഭാസം നടത്തുമ്പോൾ അത് കണ്ടില്ല എന്ന് പോലീസും കണ്ടില്ല എന്ന് അവിടുത്തെ കോടതിയും ഒക്കെ കണ്ണടച്ച് കാണിക്കുമ്പോൾ ആരെവിടെ നീതി കൊടുക്കുക? ഹൈക്കോടതിയിൽ ഒരാൾ ഒരു ഹർജി കൊടുക്കുന്നു, അതിനുശേഷം ഈ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം നിർദ്ദേശങ്ങൾ വരുന്നു. ഞാൻ ചോദിക്കട്ടെ, അവിടെ പോലീസ് അനുമതി കൊടുത്തിട്ടില്ലെങ്കിൽ അനുമതി കൊടുക്കാതെ പന്തൽ സാമഗ്രികൾ പിടിച്ചെടുത്തെന്ന് നമ്മൾ അറിയുന്നത്, മൈക്കും മറ്റു കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ടോ? അവിടെ പങ്കെടുത്ത നേതാക്കന്മാരെ കണ്ടാൽ അറിയാൻ മാത്രമേ ഉള്ളൂ എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. MV ഗോവിന്ദനും V ജോയി എന്ന് പറയുന്ന MLA അവരെ പോലീസിന് കണ്ടാൽ അറിയാൻ മാത്രമേ ഉള്ളൂ. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പോലീസിന് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവരുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അതുമായിട്ട് ഓരോ കാര്യവും നമ്മൾ പരിശോധിക്കണം. ഇവിടെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയോ കേന്ദ്ര സർക്കാരിനെതിരെയോ സമരം ചെയ്താൽ അവിടെ പങ്കെടുക്കുന്ന ഉദ്ഘാടനം ചെയ്യുന്ന നേതാക്കന്മാരെ അടക്കം പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കുന്ന സാഹചര്യമുണ്ട്. വഞ്ചിയൂരിൽ പൊതുവഴി കയ്യേറിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഈ സമ്മേളന ആഭാസത്തിന്റെ പേരിൽ ഇത്തരം നേതാക്കന്മാർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയണം. ഇല്ല, കേസെടുത്തിട്ടില്ല. ഇതുവരെ കേസെടുത്തിട്ടുള്ള ആളുകളുടെ പട്ടികയിൽ ഈ നേതാക്കളില്ല. കോടതി വളരെ കൃത്യമായി ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കെ അനിൽകുമാർ, ഇന്ന് കേരള ഹൈക്കോടതി ചോദിച്ച ചോദ്യം പോലീസിനോട് ചോദിച്ച ചോദ്യം എന്ന് പറയുമ്പോൾ വഞ്ചിയൂർ CI നേരിട്ടിന്ന് കോടതിയിൽ പോയി ഹാജരായിരുന്നു. നിങ്ങൾ ഈ വേദിയിൽ ഇങ്ങനെ റോഡിന്റെ നടുക്ക് വേദി ഉണ്ടാക്കി സമ്മേളനം നടത്തുകയാണല്ലോ, ആ വേദിയിൽ ഇരുന്ന ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ?
വീഡിയോ ദൃശ്യങ്ങൾ നോക്കി ആരൊക്കെയാണ് ആ വേദിയിൽ ഉണ്ടായിരുന്നത് എന്ന് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് മുകളിലേക്ക് നോക്കുകയാണ്. ആരാണ് വേദിയിൽ ഉണ്ടായിരുന്നത്? CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും MLA-മായ V ജോയ്, മുൻ MP A സമ്പത്ത്, മുൻ MLA, മുൻ സ്പീക്കർ M വിജയകുമാർ തുടങ്ങി കേരളത്തിലെ CPIM-ന്റെ സമുന്നതരായ നേതാക്കൾ ജനങ്ങൾക്ക് നടക്കേണ്ട, വാഹനം ഓടിക്കേണ്ട വഴിയുടെ നടുക്ക് സ്റ്റേജ് കെട്ടി അതിന് മുകളിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ എന്ന് പോലീസിനോട് ചോദിക്കുമ്പോൾ പോലീസിന് എന്തുകൊണ്ടാണ് അട്ടത്തേക്ക് നോക്കേണ്ടി വരുന്നത്? ഷാനിൽകുമാർ, ബഹുജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് CPIM, അത് ബഹുജനങ്ങൾക്ക് പൊതുവിൽ സ്വീകാര്യമാകുന്ന നിലപാടുകളും നടപടികളുമാണ് സ്വീകരിക്കേണ്ടത്. ആ നിലയ്ക്കാണ് പാർട്ടിയുടെ പരിപാടികൾ നടത്തേണ്ടത്. അക്കാര്യങ്ങളിൽ ഹരിത പ്രോട്ടോക്കോൾ അടക്കം പാലിച്ചുകൊണ്ട് ഏറ്റവും മാതൃകാപരമായി കാര്യങ്ങൾ നിർവഹിക്കണമെന്ന തീരുമാനമാണ് CPM-നുള്ളത്. CPM-ന്റെ പൊതുധാരയ്ക്ക് വ്യത്യസ്തമായി വഞ്ചിയൂരിൽ ഒരു തരത്തിലും ആവർത്തിക്കേണ്ട രീതിയിലല്ലാത്ത ഒരു രീതിയിൽ ഒരു സമ്മേളനം അവിടെ നടക്കുകയുണ്ടായി. അതോടുകൂടി CPM ഒരു പ്രതിസ്ഥാനത്ത് പോയി എന്ന നിലയ്ക്ക് കാര്യങ്ങൾ കാണാൻ പാടില്ല. നമ്മുടെ കേരളത്തിൻ്റെ പൗരമണ്ഡലത്തിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊണ്ട് അവരുടെ വികാര വിചാരങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന CPIM ഇപ്രകാരം ഒരു വഴി തടയുന്ന ഏതെങ്കിലും ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായൊരു സംഭവം ഉണ്ടാകേണ്ടതിന് ഇടനിൽക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല എന്നും അതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്നും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവിടെ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അവർക്ക് അവരുടേതായ ന്യായങ്ങൾ സംഘാടകർക്കുണ്ട്. ആ ന്യായങ്ങളൊന്നും നിയമത്തിന് മുന്നിൽ നിലനിൽക്കുന്നതല്ല. കാരണം ചില സ്ഥലങ്ങളിൽ ചില സമ്മേളനങ്ങൾ പല പാർട്ടികളും ഒരേ സ്ഥലത്ത് അവിടെ വഴിയുടെ ചില പ്രത്യേകതകളുടെ ഭാഗമായി മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വാദങ്ങൾ ഞാൻ കേട്ടു. അത്തരം വാദങ്ങളൊന്നും നിയമത്തിന് മുന്നിൽ നിൽക്കുന്ന കാര്യമില്ല, അത് ആവർത്തിക്കേണ്ട കാര്യവുമില്ല. പക്ഷെ നമ്മളിത് ഗൗരവമായി ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഞാനിപ്പോൾ വൈകുന്നേരം കേട്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ സുപ്രീം കോടതി വളരെ വളരെ ആവേശകരമായ ഒരു ഇടപെടൽ നടത്തേണ്ട ദിവസം കൂടിയാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങളുടെ അടിയിൽ അമ്പലമുണ്ടോ, പള്ളിയുണ്ടോ, ബുദ്ധവിഗ്രഹമുണ്ടോ, ജൈന വിഗ്രഹമുണ്ടോ എന്ന് തപ്പാൻ പോയാൽ, ചരിത്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയാൽ ഈ രാജ്യത്തുണ്ടാകുന്ന കലാപകലുഷിതമായ അവസ്ഥ തെരുവുകളെ മാത്രമല്ല നാടിനെയാകെ ഭ്രാന്താക്കും. ഇപ്പോൾ ഗുജറാത്തിൻ്റെ തെരുവുകൾ എത്രയോ ദിവസം കത്തി എരിഞ്ഞു. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ഒരു അപകട സ്ഥലത്തു നിന്നും മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് പോകാൻ വയ്യാതിരുന്ന സാഹചര്യമാണ് ഗുജറാത്ത് വംശഹത്യയുടെ കാലത്തുണ്ടായിരുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പൊട്ടിത്തെറിക്കുമ്പോൾ ഗുജറാത്തിലെ ഹൈക്കോടതിയുടെ ഒരു ജഡ്ജിയുടെ അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വായിച്ചതാണ്. അദ്ദേഹം റിട്ടയർ ചെയ്തു. അന്ന് രാത്രിയാണ് കലാപം നടക്കുന്നത്. അതുകൊണ്ട് ഗുജറാത്തിലെ മോദിയുടെ പോലീസ് പറഞ്ഞു, നിങ്ങൾ റിട്ടയർഡ് ജഡ്ജിയാണ്, നിങ്ങൾക്ക് സംരക്ഷണം തരാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം എഴുതിയതാണ്. അല്ല, എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വൈകിയാണെങ്കിലും ഈ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു സ്റ്റേ ഉത്തരവ് ഉണ്ടായത് അത്രയും നല്ലത്, നേരത്തെ ഉണ്ടാവേണ്ടതായിരുന്നു. അത് എന്തായാലും നല്ല കാര്യം. പക്ഷെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ആ വിഷയമല്ലല്ലോ ഷാനിൽകുമാർ. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുള്ള ആവർത്തിക്കാൻ പാടില്ലാത്ത സംഭവമാണ്. അതിലൊരു കൺക്ലൂഷൻ ഉണ്ടാവാത്തത് കുറെ ചോദ്യങ്ങൾ അതിനോട് കൃത്യമായി ഉത്തരം പറയാൻ പോലീസിന് ഉത്തരമില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. താങ്കളുടെ പോയിന്റ് പൂർത്തീകരിച്ചോളൂ, എനിക്ക് അതിൽ ചോദ്യങ്ങളുണ്ട്. അല്ല, CPIM എന്ന നിലയ്ക്ക് അതിൽ പാർട്ടിയുടെ നിലപാട് ഇതാണ്. അത്തരം കാര്യങ്ങൾ പാർട്ടി ആവർത്തിക്കാൻ പാടില്ല. പ്രാദേശികമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത ഉണ്ടാകണം. ഇതൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായി CPM എടുത്തിട്ടുള്ള നിലപാടാണ്. അല്ല, ആ നിലപാട് മനസ്സിലാക്കേണ്ടത്. ഞാനൊന്ന് പറയട്ടെ ശരി, ഞാൻ പറയട്ടെ. ഞാൻ പറയാൻ പോകുന്ന പൊളിറ്റിക്കൽ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലോ പോലീസിനോടുള്ള ചോദ്യങ്ങളോ അല്ല CPM ഉത്തരം പറയേണ്ട ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ചോ ഏതെങ്കിലും ഒരു തർക്കത്തിൻ്റെ മണ്ഡലത്തിലല്ല ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ ഒരു തെറ്റായ കാര്യം ഉണ്ടായിക്കഴിഞ്ഞു. അത് സംബന്ധിച്ച് എന്താണോ നിയമവാഴ്ച, ആ നിയമവാഴ്ചയോട് പൊരുത്തപ്പെടൽ തന്നെയാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതിൽ മറ്റൊന്നും ഞങ്ങൾ കാണുന്നില്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ഗൗരവതരമായ ഒരു ഉത്കണ്ഠയായി കേരളത്തിൻ്റെ പൗരസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം ഏതു തലത്തിലാണ് നിൽക്കുന്നതെന്ന് മറന്നു പോകരുത്.
കേരളത്തിൻ്റെ പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള എല്ലാ മനുഷ്യൻ്റെയും അവകാശവും പൗരബോധത്തിൽ അടിസ്ഥാനമായ പൗരൻ്റെ അവകാശങ്ങൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഉണ്മയിലേക്ക് കേരളം വികസിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളും പ്രാകൃതമായ അവസ്ഥയിലേക്ക് മൂക്കുകുത്തുകയാണ്. അല്ല അതൊക്കെ അങ്ങനെ പ്രാകൃതാവസ്ഥയിലേക്ക് പോകുന്നതിനെ തടയുന്ന ജനാധിപത്യ പ്രക്രിയ ഞാൻ പറയട്ടെ, ആ ജനാധിപത്യ പ്രക്രിയ ഞങ്ങൾ നിർവഹിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനാധിപത്യ ഇടങ്ങൾ തടസ്സപ്പെടുന്നുണ്ട്. അത് വളരെ ഗുരുതരമായൊരു കാര്യം കൂടിയാണ്. ഉദാഹരണമായി നമ്മുടെ ഡൽഹിയിൽ ഒരു പ്രക്ഷോഭണം നടത്തണമെങ്കിൽ നിങ്ങൾ എവിടെ ചെന്ന് പ്രക്ഷോഭണം നടത്തും? ഇന്ത്യ രാജ്യത്ത് ഡൽഹിയിൽ തലസ്ഥാനത്തൊരു പ്രക്ഷോഭണം നടത്താൻ ഇടമുണ്ടോ? നമ്മൾ ചില പ്രക്ഷോഭണങ്ങൾ നിയമപരമല്ലാതാകുന്നതിന് കാരണം എന്താണ്? രാവിലെ എണീറ്റ് നിയമങ്ങൾ ലംഘിച്ചു കളയണമെന്നൊരു തീരുമാനം രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. അത് CPM എന്നല്ല മറ്റു പാർട്ടികൾക്കും ഉണ്ടാവില്ല. പക്ഷെ ബഹുജന ശ്രദ്ധയിലേക്ക് അവരുടെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ഉയർത്തുമ്പോൾ പൊതുമണ്ഡലത്തിൽ പൊതുജനങ്ങൾ ഉള്ള സ്ഥലത്ത് ഉയർത്തേണ്ടി വരും. അതിന് ചില പരിമിതികൾ ഇവിടെ ഉണ്ട്. അതിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികൾ നിർബന്ധിക്കപ്പെട്ടു പോകുന്ന സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. ഇപ്പോ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയം പറയാൻ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനൊക്കെയുള്ള അവകാശവും അവസരമുണ്ട്. ഇതിപ്പോ നമ്മൾ അങ്ങനെ ഈ വിഷയത്തെ അങ്ങനെ അതിലേക്ക് കൊണ്ടുപോയി കെട്ടല്ലേ. ഒന്ന് വഞ്ചൂരിൽ ഞാൻ കഴിഞ്ഞ 3 വർഷമായി താമസിക്കുന്ന സ്ഥലമാണ്. എനിക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചത്. ഞാൻ രാവിലെ 11 മണിക്ക് ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അവിടെ സ്റ്റേജ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. അത് റോഡിന്റെ സൈഡിലല്ല, റോഡിന്റെ നടുക്കാണ്. ഒരു ഭാഗത്തേക്ക്, അതായത് തമ്പാനൂർ ഭാഗത്ത് നിന്ന് വഞ്ചൂർ ഭാഗത്തേക്കുള്ള ജനറൽ ഹോസ്പിറ്റൽ ഭാഗത്തേക്കുള്ള ഒരു സൈഡിലെ ഗതാഗതം തടസ്സപ്പെടുത്തി ഒരു സൈഡിലൂടെ മാത്രം ഗതാഗതമാക്കിക്കൊണ്ട് അവിടെ സ്റ്റേജ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെയും കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. റോഡിന്റെ സൈഡിലോ റോഡിന്റെ അല്പം ഭാഗത്തോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയം മുതൽ അത് കഴിഞ്ഞൊരു 2 മണിക്കൂർ ആയപ്പോഴത്തേക്ക് അവിടെ ഗതാഗത സ്തംഭനം ഉണ്ടാകുന്നു. വാർത്തകൾ വരുന്നു. ടെലിവിഷൻ ചാനലുകൾ, കേരളത്തിൽ 10 ന്യൂസ് ടെലിവിഷൻ ചാനലുകളുണ്ട്. 10 ന്യൂസ് ടെലിവിഷൻ ചാനലുകളിലും വാർത്തകൾ വരുന്നു, വിമർശനങ്ങൾ വരുന്നു, ചില ആളുകൾ പ്രതികരിക്കുന്നു. പക്ഷെ അതിനുശേഷം വൈകുന്നേരം ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പ്രസംഗിച്ചത് എന്താ? ഇതൊക്കെ മാധ്യമങ്ങൾ CPM-നെതിരെ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ്. മാതൃഭൂമിയും മനോരമയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റേജ് കിട്ടിയതിനെ വിമർശിക്കുന്നത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് തോന്നുകയാണ്. CPM-ന് സ്വയമേവ ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഏർപ്പാടാണല്ലോ, ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ, ഇങ്ങനെയല്ലല്ലോ ഞങ്ങൾ ചെയ്യേണ്ടത്, കുറെ കൂടി സൗകര്യമുള്ള ഒരു സ്ഥലത്ത് പൊതുസമ്മേളനം സംഘടിപ്പിക്കേണ്ടതല്ലേ എന്ന് തോന്നുകയല്ലേ വേണ്ടത്. അവിടെയാണ് പ്രശ്നം. അവിടെ കോൺഗ്രസ്സുകാർക്കാവട്ടെ അല്ലെങ്കിൽ BJPക്കാവട്ടെ ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കാവട്ടെ ഇതുപോലെ ഒരു യോഗത്തിൻ്റെ ആവശ്യം പോലും ഇല്ല. കാരണം അവരുടെ രാഷ്ട്രീയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എത്രയോ നുണകൾ നമ്മൾ കണ്ടിരിക്കുന്നു. ഇന്ന് തന്നെ എത്രയോ നുണകൾ നിർമ്മിക്കപ്പെട്ടു. CPM-ന്റെ കൊല്ല സമ്മേളനത്തിൽ റിപ്പോർട്ട് തിരിച്ചു കൊടുത്തു. അത് എന്തോ തെറ്റായൊരു കാര്യമാണ്, പുതുതായിട്ടൊരു കാര്യമാണ്. ഞാൻ CPM സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തൊട്ട് കാലം കുറയായി. പാർട്ടിയുടെ സമ്മേളനത്തിലെ ഒരു റിപ്പോർട്ടും പ്രതികൾക്ക് കൊടുത്തുവിടാറില്ല. ആദ്യം വിതരണം ചെയ്ത ശേഷം തിരിച്ചു വാങ്ങിക്കും ചർച്ചയ്ക്ക് ശേഷം. ഇതുപോലെ എത്രയോ നിർമ്മിതികൾ ഓരോ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്നു, പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നു, വ്യാജങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. അപ്പം ഞങ്ങൾക്ക് നാട്ടുകാരോട് പറയുന്നതിൽ പൊതുയോഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വേണ്ടി വരും. ഞങ്ങളുടെ സഖാക്കളുടെ ഉത്കണ്ഠയിൽ CPM എല്ലാ സമ്മേളനങ്ങൾ മുതൽ അങ്ങോട്ട് പൊതുസമ്മേളനം നടത്തുന്നില്ലേ? ആരെങ്കിലും പൊതുസമ്മേളനം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? അല്ല, ഞങ്ങളുടെ സഖാക്കളുടെ ഉത്കണ്ഠയിൽ കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന കേന്ദ്രങ്ങൾ തപ്പിയെടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് വലതുപക്ഷ മാധ്യമങ്ങൾ അവരുടെ മുഴുവൻ ഇടവും വലതുപക്ഷത്തിന് നീക്കിവെക്കുന്നു. ഞങ്ങൾക്കിടവില്ലാത്ത ഇടമാണല്ലോ ഈ മുഖ്യധാര മാധ്യമങ്ങൾ. സ്വാഭാവികമായി ഞങ്ങൾക്കെതിരായ സാധനങ്ങൾ നിർമ്മിക്കുന്നതാണ് മുഖ്യധാര മാധ്യമങ്ങളുടെ ഇടമെന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ താഴെയുള്ള സഖാക്കൾക്കും മുകളിലുള്ളവർക്കുമെല്ലാം ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധയിലെത്തി ജനങ്ങളുടെ മുമ്പിലെത്തിയാൽ മാത്രമേ പൊതുമണ്ഡലത്തിൽ നിൽക്കൂ. വസ്തുതകൾ വരെ അറിയിക്കണ്ടേ എന്ന അമിതോത്സാഹം ഉണ്ടായി കാണും. എങ്ങനെ അമിതോത്സാഹം ഉണ്ടായാലും പ്രകടനപരമായി ഇത്തരം തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് CPM. എന്തായാലും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ലായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഓക്കെ, നന്നായി, ഞാൻ അങ്ങയിലേക്ക് വരാം. പക്ഷെ അനിൽ തിരുമല, ഇതിപ്പോ തിരുവനന്തപുരം നഗരം ഇടയ്ക്കിടയ്ക്ക് സാക്ഷിയാവുന്ന സംഭവമാണ്. ഇന്നലെ 36 മണിക്കൂർ നേരമാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായത്. അവിടെ ഭരണാനുകൂല സംഘടനകളുടെ 36 മണിക്കൂർ സത്യാഗ്രഹ സമരം നടക്കുകയായിരുന്നു.
സാധാരണ നിലയിൽ പല ദിവസങ്ങളിലും ആ സെക്രട്ടേറിയറ്റിന് മുമ്പിലൂടെയുള്ള MG റോഡ് തടസ്സപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ജനങ്ങളെ സംബന്ധിച്ച് അടിസ്ഥാന മൗലികാവകാശമാണ്, പൗരാവകാശമാണ് സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ളത്. അത് പലപ്പോഴും രാഷ്ട്രീയ കക്ഷികൾ വകവെച്ചു കൊടുക്കാറില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഇപ്പൊ കോടതി ഖണ്ഡിതമായി വടിയെടുക്കുന്നതോടുകൂടി എല്ലാ ആളുകളും ഇതൊരു പാഠമായി ഉൾക്കൊള്ളും താങ്കളുടെ പാർട്ടി അടക്കമെന്ന് ഞാൻ വിചാരിക്കണോ? അല്ല, തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവിടെ നടന്ന സംഭവം എന്താണ്? ഒരു പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിൽ പ്രധാന റോഡ് അടച്ച് അവർ സമ്മേളനം നടത്തുന്നു. ആ സമ്മേളന വേദി തലേ ദിവസം തന്നെ പണി തുടങ്ങിയിരിക്കുകയാണ്. പണി തുടങ്ങിയെന്ന് മാത്രവുമല്ല, 50-ലധികം പോലീസുകാരെ ആ സമ്മേളനത്തിൻ്റെ വേദിയിൽ വാഹനങ്ങൾ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആരും അറിയാതെയാണോ ഇത് സംഭവിച്ചിരിക്കുന്നത്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എത്തി ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വന്നിരിക്കുന്നു. ഒരു MLA അതിനകത്ത് പങ്കെടുത്തിരിക്കുന്നു. തലേ ദിവസം ഇത്രയധികം വാർത്തകൾ സൃഷ്ടിച്ച് ഈ ക്രമപ്രശ്നങ്ങൾ ഉന്നയിച്ച് ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോഴെങ്കിലും പാർട്ടിയുടെ നേതാക്കന്മാർ പറയണ്ടേ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു വിഷയമാണ് എങ്കിൽ നമുക്കതിൽ നിന്ന് പിന്തിരിയണം എന്ന് പറയാനുള്ള ഒരു ബോധം പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ടാകണമായിരുന്നു. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, പാർട്ടിയുടെ ഒരു ഏരിയ സമ്മേളനമാണ്. തിരുവനന്തപുരത്ത് ഇത്തരം സമ്മേളനങ്ങൾ നടത്താൻ വേറെ സ്ഥലങ്ങളില്ലാത്തത് കൊണ്ടാണോ ഈ റോഡ് കെട്ടി അടച്ച് ഇത്തരം ബുദ്ധിമുട്ടുണ്ടാക്കിയത്? അവിടെ ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന പ്രധാന വഴി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി, ധാരാളം സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ബഹുമാനപ്പെട്ട കോടതി സമുച്ചയങ്ങൾ നിലനിൽക്കുന്ന സ്ഥലം, ധാരാളം ആൾക്കാർ ഉപയോഗിക്കുന്ന ആ ഒരു പ്രധാന കവാടം, അതിനെ കെട്ടിയടച്ചു എന്ന് പറഞ്ഞാൽ ഭരണകക്ഷിക്ക് ഒരു അധികാരം കയ്യിലുണ്ടെന്ന് വിചാരിച്ച് അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ ഒരു സമീപനം CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ സന്ദർഭവശാൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ആ വിഷയത്തെ വളച്ചൊടിച്ച് അതിലൊന്നും സ്പർശിക്കാതെയാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചു പോകുന്നത്. അദ്ദേഹം തന്നെ ഒരു കുറ്റസമ്മതം നടത്തുകയാണ്. ആ കുറ്റസമ്മതം നടത്തുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട കോടതിയുടെ, ഹൈക്കോടതിയുടെ എന്തെല്ലാം പരാമർശങ്ങളാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്? തലേ ദിവസം ഈ സ്റ്റേജ് കെട്ടുന്ന സമയത്ത് വഞ്ചിയൂർ ഒരു 10 മീറ്ററിനകത്താണ് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ SHOയെ ഇന്ന് ഹൈക്കോടതി വിളിച്ചു നിർത്തി ആകെ പൊരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചിരിക്കുകയാണ്, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം മാത്രമാണോ ഇതിൻ്റെ ഉത്തരവാദി? ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ്? ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ സമ്മേളനം നടത്തുമ്പോൾ ആ സമ്മേളനത്തെ ആരുടെയും അനുമതി വാങ്ങിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഈ പറയുന്ന ഏതെങ്കിലും നേതാക്കന്മാർ ആരുടെയെങ്കിലും അനുമതി വാങ്ങിച്ചിട്ടുണ്ടോ? പോലീസിൻ്റെ അനുമതിയുണ്ടോ? ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ അനുമതിയുണ്ടോ? ഇനി റോഡ് ഫണ്ട് ബോർഡിൻ്റെ അനുമതിയുണ്ടോ? ആരുടെയെങ്കിലും അനുമതി വാങ്ങിച്ചിട്ടാണോ ഇത് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഇനി എന്തെങ്കിലും പെർമിഷൻ, മൈക്ക് പെർമിഷൻ എടുത്തിട്ടുണ്ടോ? അവിടെ അങ്ങനെ ഒരു സമ്മേളനം നടത്താനുള്ള മൈക്ക് പെർമിഷൻ എടുത്തിട്ടുണ്ടോ? അപ്പോൾ അധികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സേവിക്കാനും ജനങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനുമുള്ള അധികാരത്തെ ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ 3-4 ദിവസം കഴിഞ്ഞല്ലോ, പ്രധാനപ്പെട്ട പ്രതികൾക്കെതിരെ കേസെടുത്തു എന്ന് പറഞ്ഞു. ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ തയ്യാറായോ? 500-ലധികം ആൾക്കാരെ കണ്ടാലറിയുന്ന ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിലെ പ്രധാന ആൾക്കാരുടെ പേരിൽ ഇത്രയും ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ ചെയ്തതിന് പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സമീപനമോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടായോ? ഇനി ഞാൻ ചോദിക്കട്ടെ, കേവലം ഒരു SHO അദ്ദേഹത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ മേലിൽ മാത്രം ഈ കുറ്റം ചുമത്തുന്നത് കൊണ്ട് പ്രശ്നം തീർന്നോ? ഈ തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിൽ ക്രമസമാധാന പാലനത്തിന് മേളിലോട്ടുള്ള എത്രയോ ഉദ്യോഗസ്ഥന്മാരുടെ കേന്ദ്രങ്ങൾ അവിടെ ഉണ്ട്. DGP അറിഞ്ഞിട്ട് പോലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, അത് ചെയ്തിട്ടില്ല എന്നുള്ള ആരോപണമാണ് ഇവിടെ ഉന്നയിച്ചത്. അഡ്വക്കേറ്റ് ബൈജു നോയൽ, ഇന്ന് ഒരു പിടി ചോദ്യങ്ങൾ കേരള ഹൈക്കോടതി പോലീസിനോട് ചോദിച്ചിട്ടുണ്ട്. സാധാരണ ഒരു തട്ടുകടക്കാരൻ, ഒരു ചായക്കടക്കാരൻ റോഡ് ഇത്തിരി കയ്യേറിയാൽ അപ്പോൾ ഒഴിപ്പിക്കും. ഇത് പോലീസ് സ്റ്റേഷന് മുമ്പിലാണ്, പോലീസ് സ്റ്റേഷന് നേരെ മുമ്പിലാണ്, കോടതിയുടെയും മുമ്പിലാണ്. കോടതിയുടെയും തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ കോടതി സമുച്ചയത്തിൻ്റെയും പോലീസ് സ്റ്റേഷൻ്റെയും മുമ്പിൽ മണിക്കൂറുകളോളം, ഒരു പകൽ മുഴുവൻ എന്ന് പറയുമ്പോൾ പകലുകൊണ്ട് കഴിഞ്ഞിട്ടുമില്ല, ആ രാത്രിയും, ഒരു പകലും രാത്രിയും മുഴുവനായിട്ട് ഗതാഗതം സ്തംഭിപ്പിക്കുകയാണ് പോലീസ്. എന്നിട്ട് ഈ വണ്ടിയൊക്കെ തിരിച്ചു വിടാൻ വേണ്ടി അവിടെ നേതൃത്വം കൊടുക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ആക്ഷനും എടുക്കാൻ കഴിയുന്നില്ല. സ്റ്റേജ് പൊളിക്കാത്തത് എന്താണ് നിങ്ങൾ എന്ന് ഇന്ന് പോലീസിനോട് കോടതി ചോദിക്കുന്നു. ഞങ്ങൾ ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ചെയ്തില്ല എന്ന് പോലീസ് മറുപടി പറയുന്നു. ഇതിപ്പോൾ ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിയുടെ സമ്മേളനം അല്ലായിരുന്നുവെങ്കിൽ പോലീസ് ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല എന്ന് നമുക്കെല്ലാം തോന്നുന്ന വിധത്തിലായില്ലേ പോലീസിന്റെ നടപടി?
തീർച്ചയായും നമ്മൾ നിരവധി സമരങ്ങൾ കണ്ടിട്ടുള്ള സംസ്ഥാനമാണ്, നിരവധി സത്യാഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട്. പൊതു ഇടങ്ങളിൽ അധസ്ഥിതർക്ക്, പിന്നോക്കക്കാർക്ക് ഒക്കെ സഞ്ചരിക്കുന്നതിന്, പൊതുവഴികളിൽ പൊതു ഇടങ്ങളിലൊക്കെ പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളും സത്യാഗ്രഹങ്ങളും ഒക്കെ നടത്തി ആണ് വാസ്തവത്തിൽ നമ്മൾ ഇത്തരം അവകാശങ്ങളൊക്കെ നേടിയെടുത്തതും. പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അത് നമ്മുടെ ഭരണഘടന വലിയ ഭരണഘടനാ അവകാശമായി നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതും. വാസ്തവത്തിൽ അന്നത്തെ മാടമ്പിമാർക്കെതിരെ നമ്മൾ ഈ സമരമൊക്കെ നടത്തി നേടിയെടുത്തു എങ്കിലും ഇപ്പോൾ വാസ്തവത്തിൽ ഇവിടെ ഭരിക്കുന്ന പാർട്ടി തന്നെ ആ മാടമ്പിയുടെ സ്വഭാവം കാണിക്കുകയും അധസ്ഥിതരെയും പിന്നോക്കക്കാരെയും മാത്രമല്ല കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും പൊതുഗതാഗതവും പൊതുവഴിയുമാണ് വാസ്തവത്തിൽ തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതികൾക്ക് ഇത്തരം ഭരണഘടനാ വിരുദ്ധമായ അല്ലെങ്കിൽ പൗരന്റെ മൗലിക അവകാശങ്ങൾക്ക് മുകളിലുള്ള അല്ലെങ്കിൽ ഭരണഘടനാ അവകാശങ്ങൾക്ക് മുകളിലുള്ള ലംഘനങ്ങൾക്കെതിരായിട്ട് ഇത്തരം ശാസനാപൂർവമായ നടപടിക്രമങ്ങളിലൂടെയും അല്ലെങ്കിൽ ഗൈഡ് ലൈൻസുകളും ഒക്കെ പുറപ്പെടുവിക്കേണ്ടി വരുന്നത്. നമുക്കറിയാം, നേരത്തെ 2010 ഒക്കെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ ഗൈഡ് ലൈൻസ് ഒക്കെ കേരള ഗവൺമെന്റ് അനുസരിച്ചിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ, അല്ലെങ്കിൽ കേരളത്തിലെ റൂളിംഗ് പാർട്ടി അനുസരിച്ചിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഇല്ലാതെ പോകുമായിരുന്നു. നമുക്ക് നിയമങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല. കേരള പൊതുപാതകൾ സംഘം ചേരലിനും ജാഥകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തൽ ആക്ട് ഉണ്ട് 2011. അതിലെ സെക്ഷൻ 5 പ്രകാരം പ്രയർ സാങ്ഷൻ വാങ്ങിക്കണം. ഇവിടെ പ്രയർ സാങ്ഷൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ സമ്മേളനമാണ്, നേരത്തെ തീരുമാനിച്ചതാണ്, നേരത്തെ ചോക്കൗട്ട് ചെയ്ത പ്രോഗ്രാമുകളാണ്. പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം പോലും നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ സ്റ്റേജ്, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ, ഈ സ്റ്റേജ് കെട്ടാനെടുത്ത സമയം, അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തിയ സമയം, ഈ സമയമൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് വാസ്തവത്തിൽ പോലീസ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലകത്ത് സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് പൊളിറ്റിക്കൽ മാസ്റ്ററിന് വേണ്ടി ഇവിടെ ഒരു ടൂളായിട്ട് നമ്മുടെ പോലീസ് ആക്ട് ചെയ്യുകയാണ്. വാസ്തവത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനം പോലെയുള്ള സംസ്ഥാനങ്ങളിലല്ലാതെ മറ്റെവിടെയും കാണാൻ കഴിയുകയില്ല. വാസ്തവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിയമപ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഗൈഡ് ലൈൻസിനകത്ത് തന്നെ ഇത്തരം സമ്മേളനങ്ങൾ തടസ്സപ്പെടുത്തണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ഇത്തരം സമ്മേളനങ്ങൾ നടത്തുന്നതിന് മുൻകൂട്ടി സാങ്ഷൻ വാങ്ങിക്കുക, നടത്താൻ പറ്റുന്ന പൊതു ഇടങ്ങളിൽ അല്ലെങ്കിൽ സ്റ്റേഡിയങ്ങളിൽ അല്ലെങ്കിൽ ഒഴിവുള്ള സമയങ്ങളിൽ നമ്മുടെ വിദ്യാലയങ്ങളുടെ ഗ്രൗണ്ടുകളിലൊക്കെ ഇത്തരം പരിപാടികളും അല്ലെങ്കിൽ ഈ സമ്മേളനങ്ങളും ഒക്കെ സംഘടിപ്പിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിനുവേണ്ടി ഈ പൊതു വഴികളും പൊതു ഇടങ്ങളും ഒക്കെ തെരഞ്ഞെടുക്കേണ്ടി വരുന്നത് വാസ്തവത്തിൽ ഒരു ദൗർഭാഗ്യകരമായ സംഗതിയാണ്. കാരണം പൊതുജനങ്ങളും സാധാരണക്കാരും അവരുടെ നിത്യജീവിതത്തിൽ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് വാസ്തവത്തിൽ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലേക്ക് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് വാസ്തവത്തിൽ എത്തിച്ചേരേണ്ടി വരുന്നത് എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പാലക്കാട് നടന്ന അനിഷ്ട സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. അഡ്വക്കേറ്റ് അനിൽകുമാർ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വിശ്വസിച്ചു വരുന്ന അണികളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ഇത്തരം പൊതു ഇടങ്ങളിൽ ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ അവരുടെ ജീവന് പോലും ഹാനി ഉണ്ടാകുന്ന അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഇതിനകത്ത് കാണേണ്ടതുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിനകത്ത് ധാർമ്മികമായി അണികളോടുള്ള ഒരു ബാധ്യതയും ഉത്തരവാദിത്വം കൂടെയുണ്ട്. അതുകൊണ്ട് ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടുന്ന ഉത്തരവാദിത്വം കൂടി ഈ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ശ്രീ ജിൻഡോ ജോൺ, ഈ റോഡിന്റെ, ഈ സമ്മേളനം നടന്ന റോഡിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ നമ്മുടെ തലസ്ഥാനത്തെ ജനറൽ ആശുപത്രിയാണ്. ഇപ്പോൾ ജനറൽ ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു വിഭാഗം ജനങ്ങൾ വരുന്ന റോഡാണ്. ഈ റോഡിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വിദ്യാലയമുണ്ട്, ഒരു മാധ്യമ സ്ഥാപനമുണ്ട്. വളരെ ബിസി ആയിട്ടുള്ള ഒരു റോഡ് എന്ന് പറയാം ഈ റോഡിനെ. പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ ആയ വലിയ തിരക്ക്, സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾ, ഓഫീസ് കഴിഞ്ഞ് കോടതി കഴിഞ്ഞ് പോകുന്ന ജീവനക്കാർ, ജോലിക്കാർ, ഇങ്ങനെ വലിയ തിരക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ റോഡിൽ സാധാരണ നിലയിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം അല്ല എങ്കിൽ, പോലീസ് സ്റ്റേഷന് തൊട്ട് മുമ്പിലാണ് കേട്ടോ, ഇത് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്താണ്, ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം അല്ല എങ്കിൽ ഇങ്ങനൊരു സമ്മേളനം അനുവദിക്കപ്പെടുമായിരുന്നു, പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുമായിരുന്നു എന്ന് ജിൻഡോയ്ക്ക് തോന്നുന്നുണ്ടോ? അഭിലാഷേ, ഒരിക്കലുമില്ലല്ലോ. ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പല സംഘടനകളും സമരം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CPIയുടെ സംഘടന സമരം ചെയ്തപ്പോൾ, ജോയിന്റ് കൗൺസിലോ അങ്ങനെ എന്തോ സംഘടന, അവർ സമരം ചെയ്തപ്പോൾ മാത്രം വേദി റോട്ടിലേക്ക് ഇറങ്ങി.
മറ്റ് കേരളത്തിലെ മുഴുവൻ സംഘടനകളും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുമ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മതിലിനോട് ചേർന്നുള്ള ഫുട്പാത്തിലാണ് അവരുടെ കസേര ഇടുന്നതും മറ്റ് സമരപ്പന്തൽ ഒരുക്കുന്നതും. എങ്ങനെയാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഘടകകക്ഷി ആയതുകൊണ്ട് മാത്രമാണ് അവർക്ക് വേദി പതുക്കെ റോട്ടിലേക്ക് ഇറക്കാൻ പറ്റിയത്? ഭരിക്കുന്ന പാർട്ടിയിൽ ഒന്നാമത്തെ കക്ഷി ആയതുകൊണ്ടാണ് CPM-ന്റെ ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനവും നാടകം കളിയും ഒക്കെ നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് പൊതുവഴിയിലേക്ക് കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും കൺമുമ്പിലേക്ക് ഇറക്കി വെക്കാൻ ഇവർക്ക് തോന്നിയത് ഭരിക്കുന്ന സംഘടനയുടെ ഭാഗമായതുകൊണ്ടാണ്. ഇവിടെ ഈ അനിൽകുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? പാർട്ടിയുടെ നേതാക്കന്മാർ അന്ന് പറഞ്ഞ ന്യായങ്ങളൊന്നും നിയമത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല എന്ന്. അന്ന് പറഞ്ഞ ന്യായങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല എന്ന് ഇവർക്ക് തിരിച്ചറിവ് വന്ന് എപ്പോഴാണ് അഭിലാഷെ? ഹൈക്കോടതി ഇടപെട്ടപ്പോ, ചെവിക്ക് പിടിച്ചപ്പോ, അവിടുത്തെ SHOയെ വിളിച്ച് വിരട്ടിയപ്പോ. അങ്ങനെയാണെങ്കിൽ ആ ബോധ്യം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ആ റിപ്പോർട്ടിങ്ങിലൂടെ പുറത്തു വന്നതെന്ന് ആക്ഷേപിച്ച MV ഗോവിന്ദൻ എന്ന് പറഞ്ഞ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയോട് മാപ്പ് പറയാൻ നിങ്ങൾ പറയണം. നിങ്ങളുടെ പാർട്ടി ഭരണത്തിന്റെ അഹങ്കാരത്തിൽ ഹുങ്കിൽ പാവപ്പെട്ടവരുടെ പൊതുവഴിയിൽ കയറി റോഡ് കയ്യേറി സമ്മേളനം നടത്തിയപ്പോൾ അതിനെതിരെ റിപ്പോർട്ട് ചെയ്തത് മാധ്യമങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ്. അതിനെതിരെ സംസാരിച്ച പ്രതിപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് എന്ന് പറഞ്ഞതിനെതിരെ മാപ്പ് പറയാൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തയ്യാറാകുമോ? ഇവിടെ ഞാൻ പറയുന്നത് പന്തൽ കെട്ടിയവർക്കെതിരെ മാത്രം കേസെടുത്താൽ പോരാ, പന്തൽ കെട്ടിച്ചവർക്കെതിരെ കേസെടുക്കണ്ടേ? പന്തൽ കെട്ടിച്ചവരെ കണ്ടാലറിഞ്ഞാൽ മാത്രം പോരല്ലോ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ MLA, ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള V ജോയ് MLA, ഇവരെ ഒന്നും കണ്ടാൽ മാത്രമേ പോലീസ് അറിയുള്ളൂ. പന്തൽ കെട്ടിച്ചവരെയും ആ വേദിയിൽ നിന്ന് പ്രസംഗിച്ചവർക്കെതിരെയും കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് ആർജവമുണ്ടോ? ഒന്നാം സ്ഥാനം കിട്ടിയ പോലീസല്ലേ? ഇന്ത്യയിലെ ഒന്നാം സ്ഥാനം കിട്ടിയ ആഭ്യന്തര വകുപ്പിന്റെ പോലീസല്ലേ ഈ പറഞ്ഞ ആളുകൾക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാനുള്ള ആർജവമുണ്ടോ? എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഇവിടെ ഹാളിൽ നടത്തിയാലേ, ഇവരുടെ ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഹാളിൽ നടത്തിയാൽ പാർട്ടിയിലെ നേതാക്കന്മാർ പുറത്തു നിന്ന് പൂട്ടിയിടുമെന്ന് പേടിച്ചിട്ടായിരിക്കും പൊതുവഴി കയ്യേറിക്കൊണ്ട് ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള ആ നാടകം കളിച്ചതിന് ശേഷം ആ വഴിയിൽ പോയ മനുഷ്യർ മുഴുവൻ വിചാരിക്കുന്നത് നിങ്ങൾ ഞങ്ങളെ, കേരളത്തിലെ ആളുകളെ കലാപകാരികളാക്കുമെന്നുള്ള ധാരണയോടെ ആ വഴിയിലൂടെ പോകുന്നത്. ആളുകൾ ഒരു ഗതിയും ഇല്ലാതെ വരുമ്പോൾ ഇവർക്കെതിരെ കലാപത്തിന് കോപ്പ് കൂട്ടേണ്ട വരും. ഇവര് ഈ മൂന്നാം വട്ടം തുടർഭരണം കിട്ടിയപ്പോൾ, അല്ല രണ്ടാം വട്ടം തുടർഭരണം കിട്ടിയപ്പോൾ ഇവരല്ല ജയിച്ചത്, പരാജയപ്പെട്ടത് ഈ നാട്ടിലെ ആളുകളാ. ഇവർക്ക് ഭരണം കിട്ടിയപ്പോൾ, ഇവർ ജയിച്ചപ്പോൾ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തെ 3.5 കോടി ജനങ്ങൾ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുന്നത്. ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന നേതാവിന്റെ പാർട്ടിയുടെ ഏരിയ സമ്മേളനം പൊതുവഴിയിൽ നിന്നൊന്ന് മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്ന് പോലീസ് റിപ്പോർട്ട് കൊടുക്കുക. അപ്പൊ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളാണല്ലോ CPM-കാര്. അവരുടെ പാർട്ടി, അവരുടെ സമ്മേളനത്തിന്റെ വേദി ഒന്ന് പൊതുവഴിയിൽ നിന്ന് മാറ്റിയാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള ബോധ്യം പോലീസിനുണ്ട്. ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യയാണിത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ, മർഡറേഴ്സ് ആണ് ഇവര്. ശരി, ഓക്കെ. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ശ്രീ അനിൽകുമാർ ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ അനിൽകുമാർ, ഇപ്പൊ താത്വികമായി വിശദീകരിച്ച് ഈ കാര്യത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. നമുക്ക് പ്രായോഗികമായ ഉത്തരമാണ് വേണ്ടത്. നോക്കിപ്പോൾ ഈ വഞ്ചിയൂരിന്റെ സവിശേഷത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഞാൻ രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ അവിടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് അവിടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നടക്കാണ്. ഒരു ദിവസം മുഴുവനായിട്ട് ഈ മേഖലയിലെ ജനങ്ങൾക്ക് ഈ റോഡ് ഉപയോഗിക്കാൻ കഴിയാതെ CPM-ന്റെ ഒരു ഇവന്റ് നടത്തുക എന്ന് പറഞ്ഞാൽ അതിൽ ജനങ്ങളോട് കാണിക്കുന്ന വലിയ അവഹേളനമുണ്ട്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നൊരു ധാർഷ്ട്യമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി അങ്ങനെ ചെയ്യരുത് എന്നൊരു പ്രശ്നമുണ്ട്. അതിനപ്പുറത്ത് ഇവിടെ മൗലികമായി ഉന്നയിക്കപ്പെട്ട പ്രശ്നം, തൊട്ടപ്പുറത്തുള്ള പോലീസ് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ്. ഒരു നിയമലംഘനം ഉണ്ടായാൽ പോലീസിനെ സംബന്ധിച്ച് കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തതെന്ന് പോലീസിന് കൃത്യമായി അറിയാം. തടയേണ്ട പോലീസ് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഇത് ഭരണത്തിന്റെ തണലിലുള്ള തോന്നിയാസമാണ് എന്ന് ജനങ്ങൾ പറയുന്നത്. ഭരണത്തിൻ്റെ തണലിൽ ഒരു തോന്നിവാസവും കാണിക്കാൻ പാടില്ല എന്ന തീരുമാനമെടുത്ത പാർട്ടിയാണ് CPIM. പാർട്ടിയുടെ പ്രമേയം തന്നെ പറയുന്നത് മാതൃകാപരമായ കാര്യങ്ങൾ മാത്രമേ പാർട്ടി ചെയ്യാൻ പാടുള്ളൂ. അതിൽ നിന്നും തെറ്റായ ഒരു ലംഘനം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് അംഗീകരിച്ചിട്ട് തന്നെയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പേര് മാറ്റിയ ഒരാൾ, ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, അതാണ് അദ്ദേഹം ചെയ്ത ന്യായം. ഞാനപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയണ്ടേ? ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്ന പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയ സംഭവത്തിന് ശേഷം ഇന്ത്യ മുഴുവൻ സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.
അന്ന് അതിൻ്റെ നേതാവായ ഒരു ക്രിമിനലിനോട് മാധ്യമങ്ങൾ ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഇത് തെറ്റായ കാര്യമല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ തെരുവുകളിലിട്ട് താടിയും തലപ്പാകുള്ളവരെ പിടിച്ച് തലയിൽ മണ്ണെണ്ണ ഒഴിച്ചും കത്തിക്കുകയാണ്, പച്ചയ്ക്ക് കത്തിക്കുകയാണ് കോൺഗ്രസ്സുകാർ. ലളിത മക്കൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാർ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുകയാണ്. ഇന്ത്യ മുഴുവൻ ഒരു മരം വീണാൽ മണ്ണ് ഇളകുമെന്നാണ് കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവെന്ന് സൂക്തമിറക്കിയത്. അങ്ങനെ 4000-ഓളം മനുഷ്യരെ കൊന്നൊടുക്കിയ ചുടിചാരമാക്കിയ ക്രിമിനലുകളുടെ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇവിടെ വഞ്ചൂര് ഞങ്ങളുടെ സമ്മേളനം നടത്തിയത് തെറ്റിപ്പോയി. അതിൽ കോടതി പറഞ്ഞ വികാരത്തോട് തന്നെ യോജിച്ചുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ തുടർന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയോട് വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ചങ്ക് കീറിയിട്ട് ഈ പാർട്ടി ഇല്ലാതെയാക്കണം നിങ്ങൾക്ക്. അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യപരമായി ഈ കാര്യങ്ങൾ നടക്കണമെന്ന അഭിപ്രായമുള്ളവരാണ് ഞങ്ങളിങ്ങനെ അധികാരത്തിൻ്റെ ഗർവമുള്ള പാർട്ടിയേ അല്ല. ദേശീയപാതയ്ക്ക് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് 6 വരി പാതയാക്കി. അതുകൊണ്ട് ഇനി റോഡെല്ലാം അടച്ചു കെട്ടിയേക്കാം. ഇല്ല, മലയോര ഹൈവേ കൊണ്ടുവരികയും തീരദേശ ഹൈവേ കൊണ്ടുവരികയും ചെയ്ത് ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാൾ കൂടുതൽ റോഡ് നിങ്ങൾ മെച്ചപ്പെടുത്തി. ഇല്ലേ, പുതിയ റോഡുകൾ ധാരാളം നിങ്ങൾ ഉണ്ടാക്കി. നാട്ടിൽ ധാരാളം നല്ല റോഡുണ്ടായി. അതുകൊണ്ട് എന്നാൽ റോഡ് കുറേ അടിച്ചു വിട്ട് സമ്മേളനം നടത്തിയേക്കാം എന്നൊരു തീരുമാനമൊന്നും ഞങ്ങളുടെ പാർട്ടിക്കില്ല. 10-100 സമ്മേളനം ഏരിയ തലത്തിൽ നടക്കേണ്ടിടത്ത് ഒരു സമ്മേളനം ഇങ്ങനെ തെറ്റായിട്ട് ചെയ്തു. അത് ആ കാര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. സ്വയം വിമർശനപരമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ഞങ്ങളെ കൊല വിളിക്കണോ? ഞങ്ങളെ ഇല്ലാതെയാക്കണോ? എന്നിട്ട് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയ ഒരു കൂട്ടർ വന്നിട്ട് പറയുന്നു ഞങ്ങൾ ക്രിമിനലുകൾ. അല്ല, ഇത് മറ്റേ കൂട്ടരെന്താണ്? കൊല വിളിക്കുന്നതിന് പ്രശ്നമല്ല. അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി പറയുന്നത് അലഹബാദ് ഇത് സംഭവങ്ങളെ ഏത് പാർട്ടി നടത്തിയാലും മറുപടി പറയണ്ടേ? അത് പറഞ്ഞോളൂ. ഏത് പാർട്ടി നടത്തിയാലും ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് അതിലെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇപ്പൊ മുൻകാലങ്ങളിൽ കോടതി ആദ്യമായിട്ടൊന്നുമല്ല ഇടപെടുന്നത്. കോടതി ഇടപെട്ട് ആലുവയിലെ വിഷയം സവിശേഷമായി പരിഗണിച്ചു. ആ ഉത്തരവിനോട് എങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം പ്രതികരിച്ചത് എന്നൊരു പ്രശ്നം അവിടെയുണ്ട്. വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തായിരുന്നു ആ ഉത്തരവ്. പറയട്ടെ, അങ്ങോട്ട് പറയാം. പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ആ വാഹനങ്ങളുടെ വ്യൂഹം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ആ റോഡിലുണ്ടാകുന്ന ബ്ലോക്കിനെ കണ്ടിട്ട് തുള്ളിച്ചാടുന്ന മാധ്യമപ്രവർത്തകരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വരുമ്പോൾ തുള്ളിച്ചാടുന്ന മാധ്യമപ്രവർത്തകർ, അയ്യോ ആ റോഡാകെ അടച്ചു കെട്ടി ഇങ്ങനെ വരുന്ന വരവ് കണ്ടപ്പോൾ ഇന്നാ കുറുകുഴൽ പാട്ടുകൾക്ക് ഇന്നാ നിറന്ന വരവ് കാണുക. ആരുടെ വരവാണ്? റോഡെല്ലാം അടച്ചു കെട്ടി ജോഡോ യാത്ര വരുന്ന വരവൊന്ന് കാണേണ്ടതാണ് കേട്ടോ എന്ന് പറയണ മാധ്യമങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ സെലക്റ്റീവാണ്. ഈ അല്പത്തരം നിർത്തണം. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സമ്മേളനം മൂലയ്ക്ക് നടന്നു, തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ പിന്നെ അത് വെച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ കൊല വിളിച്ച് കളയാമെന്നാണ് നിങ്ങൾ തീരുമാനം? അല്ല, മാർക്സിസ്റ്റ് പാർട്ടിയെയോ കോൺഗ്രസിനെയോ BJP-യെയോ ഒന്നും കൊല വിളിക്കുന്ന വിഷയമല്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയും ആവട്ടെ, ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അത് രാഷ്ട്രീയ കക്ഷികളാവട്ടെ, മതസംഘടനകളാകട്ടെ, സാമുദായിക സംഘടനകളാകട്ടെ തടസ്സപ്പെടുത്തുന്നു. അതിന് കൃത്യമായ ഒരു മാനദണ്ഡം വേണം. കോടതി ഇപ്പോൾ ഇടപെട്ടത് കൊണ്ടായാലും ഇനി അങ്ങോട്ടായാലും ആരും ഇത് ചെയ്യരുത് എന്നുള്ളതാണ് പോയിന്റ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം കുഴപ്പമുണ്ടാക്കി എന്നുള്ളതല്ല. ജാതി മത സംഘടനകളുടെ ആവട്ടെ, സാംസ്കാരിക സംഘടനകളുടേതാവട്ടെ, ആരുടെയും ആവട്ടെ, ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. ഇവിടുത്തെ മാധ്യമങ്ങളുടെ പരിപാടി എന്താണ്? അല്ലല്ല, മാധ്യമങ്ങളുടെ പരിപാടി എന്താണ്? ഈ ചാനലുകാർ തന്നെ അവിടെ ഔട്ട് പോസ്റ്റ് ഇട്ടിട്ട് ഞങ്ങളുടെ ഈ സമ്മേളനത്തിന് സ്റ്റേജ് ഉണ്ടാക്കുന്നിടത്തെല്ലാം വലിയ ലൈവ് ചെയ്ത വീരന്മാരുണ്ടല്ലോ. ആ വീരന്മാരെല്ലാം ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജാഥ ആ ക്ലിഫ് ഹൗസിന് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ കോലാഹലം? ആ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അവർ നടത്തി ഒരു കുറച്ച് സമയമല്ലേ ശാൽകുമാർ, നമ്മൾ ഒരു ദിവസം മുഴുവൻ റോഡ് ബ്ലോക്ക് ചെയ്ത് ഗതാഗതം ഇല്ലാതാക്കിയതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സമരമാവട്ടെ, ഡിവൈഎഫ്ഐ സമരമാവട്ടെ, അവിടെ പോലും ഗതാഗതം തടസ്സപ്പെടാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ അങ്ങനെ സമരം ചെയ്താലും അതിനൊക്കെ ഒരു സമയമുണ്ടല്ലോ. 1 മണിക്കൂറൊക്കെ അല്ലേ പരമാവധി ഒരു സമരം, ഒരു മാർച്ച്, അതിന്റെ ബുദ്ധിമുട്ട്. ഇത് അങ്ങനെയല്ല, ഒരു ദിവസം മുഴുവനാണെന്ന്. ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ. ഇവിടെ CPM-ന്റെ ഒരു സമ്മേളനം അവിടെ നടന്നപ്പോഴത്തേക്കും, നമ്മുടെ കൊച്ചി നടന്നപ്പോഴത്തേക്കും ഒരു ജഡ്ജി അങ്ങ് ഇളകി മറിഞ്ഞു, കൊടി മാറ്റൂ. ആരെയെ വിളിച്ചു വരുത്തിയത്? അതേ സ്ഥലത്തൂടെ ജോഡോ യാത്ര പോയപ്പോൾ അദ്ദേഹത്തിന് പുളകം. പിന്നെ നരേന്ദ്രമോദി വന്നപ്പോൾ മൊത്തം ബ്ലോക്കായപ്പോൾ അദ്ദേഹത്തിന് സർവത്ര പുളകം. സെലക്റ്റീവ് ആകരുത്. നിങ്ങൾ ചില ജാഥ കാണുമ്പോഴും ചില കൊടി കാണുമ്പോഴും ഇളകുന്ന ആളുകളോട് ഞങ്ങൾ പറയുകയാണ്, സെലക്റ്റീവ് ആകരുത്.
അത് മാധ്യമങ്ങൾക്കും പാടില്ല, കോടതികൾക്കും പാടില്ല. അത് എല്ലാവർക്കും പാടില്ല, തിരുത്തേണ്ടതുണ്ട്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ തിരുത്താൻ തയ്യാർ, പക്ഷെ സെലക്റ്റീവ് ആകാൻ പാടില്ല. ഒരു തെറ്റായ കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ തെറ്റു തന്നെ. അതോടുകൂടി CPM എന്ന് പറയുന്ന പാർട്ടി വേണ്ടാത്ത പാർട്ടിയായി, ക്രിമിനൽ പാർട്ടിയായി. 4000 ആളെ കൊന്നു തള്ളിയവർ പറയുകയാണ് ഞങ്ങൾ ക്രിമിനൽ. അതുകൊണ്ട് അലഹബാദിലെ ജഡ്ജി പറയണ അല്ല ഞങ്ങളുടെ ന്യായം. അലഹബാദിലെ ഒരു ജഡ്ജി ഉണ്ടല്ലോ, ആ ജഡ്ജി എന്താ പറയുന്നത്? ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം, ഏത് മതഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം എന്നുമാണ് നിയമം. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ ഒരു 5 കൊല്ലം ജയിച്ചു പോയി. മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചിട്ടുണ്ട്. LDFന് തൽക്കാലം ഒരു അധികാരമുണ്ട്, 18 മാസം കൂടിയേ ഉള്ളൂ. അയ്യോ ഇതെല്ലാ കാലത്തേക്കുള്ള അധികാരമാണെന്നൊരു അഹന്തയും ഞങ്ങൾക്കില്ല. വീണ്ടും ജനങ്ങളുടെ മുന്നിൽ വന്ന് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ പ്രവർത്തിക്കൂ. അങ്ങനെ പറയുമ്പോൾ ഈ സംഭവത്തിനകത്ത് ഞങ്ങളുടെ ഭാഗത്തുള്ള പിശകുകൾ സ്വയംവിമർശനപരമായി ഞങ്ങൾ പറഞ്ഞു. ശരി, ഓക്കെ. കോടതി പരാമർശം നടത്തിയതിനെ ഞങ്ങൾ മാനിച്ചു. അതോടുകൂടി CPM തീർത്തേക്കാവെന്ന് പറഞ്ഞാൽ അങ്ങനെ തലകുനിക്കാൻ സാധ്യമല്ല. അല്ല, ഇതിപ്പോ തലകുനിക്കുന്ന പ്രശ്നവുമില്ല. CPM തീർക്കുന്ന പ്രശ്നമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ജനങ്ങൾ ബുദ്ധിമുട്ടരുത്. ഇപ്പോൾ CPMന്റെ വഞ്ചിയൂർ സമ്മേളനം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 36 മണിക്കൂർ സത്യാഗ്രഹ സമരം നടക്കുന്നത്. സർക്കാരിനെതിരാണ്, ആർക്കെതിരെയും ആയിക്കോട്ടെ. പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുതല്ലോ സമരം നടത്തുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ തിരക്കുള്ള ഒരു റോഡിലാണ് ഇന്നലെ ആ സമരം കഴിഞ്ഞ് അതിന്റെ നേതാവ് കൂടെ വന്ന് സംസാരിച്ചു. ഞങ്ങൾ ഈ സാഹചര്യത്തിലാണ് സമരം നടന്നതൊക്കെ പറഞ്ഞു. പക്ഷേ എന്തായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ശ്രീ അനിൽ തിരുമല, ഇപ്പോ ഇവിടെ സമ്മേളനം നടത്തിയത് CPM ആയതുകൊണ്ട് CPM വിമർശിക്കപ്പെടുന്നു. നിങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ ഓരോരോ പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ അതിപ്പോൾ വലിയ നേതാക്കളുടെ കടന്നുവരവായിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അപ്പോൾ അതിലൊക്കെ ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്, പലപ്പോഴും ആശുപത്രിയിലേക്ക് പോകാൻ പോകുന്ന ആംബുലൻസുകൾ തടസ്സപ്പെടാറുണ്ട്. അത് ബ്ലോക്കിൽ 1-2 മണിക്കൂർ കുടുങ്ങിപ്പോകാറുണ്ട്. ഒരു പക്ഷേ ജീവനുകൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യം, സമയത്ത് വൈദ്യ പരിശോധന കിട്ടാനുള്ള അവകാശത്തിന് നിഷേധം തുടങ്ങി 100,000 പ്രശ്നങ്ങളുണ്ട്. ഓരോ മനുഷ്യനും അവനവൻ്റെ കാര്യം വളരെ വലുതാണല്ലോ. ആ കാര്യത്തിന് പോകുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ആ കാര്യം ഇപ്പോൾ സമ്മേളനങ്ങൾ നടത്തണം, പ്രകടനങ്ങൾ നടത്തണം, അതിനൊക്കെ ഒരു മാനദണ്ഡം ഉണ്ടാക്കുകയും സ്വയമേവ രാഷ്ട്രീയ കക്ഷികൾ അതിനനുസരിച്ച് മാറുകയും ഒക്കെ ചെയ്യേണ്ട കാലമായില്ലേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ഒരുമിച്ചിരുന്ന് ഒരു സമവായമുണ്ടാക്കി അഭിപ്രായ സ്വരൂപീകരണം നടത്തി അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതാണ്. ഇപ്പോൾ ശ്രീ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ചില സമരപരിപാടികൾ, ഇതൊക്കെ നേരത്തെ തന്നെ ബന്ധപ്പെട്ട ഏജൻസികളിൽ നിന്ന് അല്ലെങ്കിൽ ഔദ്യോഗികപരമായിട്ട് എല്ലാവരും അതിൻ്റെ പെർമിഷൻ എടുത്തതിന് ശേഷമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു സമരം നടക്കുന്നു, ആ സമരത്തിന് മുൻകൂട്ടി പോലീസിനെ അറിയിക്കുന്നു, വാഹനങ്ങളെല്ലാം തിരിച്ചുവിടുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എത്തിപ്പെടേണ്ട വഴി പോലീസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എത്രയോ വലിയ വലിയ സമരപരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വഞ്ചൂര് പാർട്ടിയുടെ ഒരു ഏരിയ സമ്മേളനം നടത്തിയത് ആരുടെയെങ്കിലും അനുമതിയോട് കൂടിയിട്ടാണോ? ഇപ്പം CPMന്റെ പ്രതിനിധി അനിൽകുമാർ ഇവിടെ വിശദീകരിക്കേണ്ടത്, ഏതെങ്കിലും ബന്ധപ്പെട്ട ഏജൻസി നിങ്ങൾക്ക് ആ റോഡ് അടച്ച് സമ്മേളനം നടത്താൻ അനുമതി തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അനുമതി വാങ്ങിച്ചിട്ടുണ്ടോ? പോലീസിൻ്റെ അനുമതി ഉണ്ടോ? അനുമതിയില്ലാതെ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഭരണത്തിൻ്റെ അഹങ്കാരവും ഹുങ്കും നിറഞ്ഞ സമീപനം കൊണ്ടാണ് ഇവിടെ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആ പ്രശ്നത്തെ ഒരു ന്യായീകരണത്തിലൂടെ പറയുന്നതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കാര്യത്തിൽ പ്രതികളായിട്ടുള്ള ആൾക്കാർ എവിടെയെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ പോയി കീഴടങ്ങാൻ വേണ്ടിയിട്ട് ഇതുവരെ തയ്യാറായോ? എവിടെങ്കിലും ഇന്ന ആൾക്കാരൊക്കെ ആണ് തെറ്റുപറ്റിയത് അല്ലെങ്കിൽ അവരറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്, അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് CPMന്റെ നേതാക്കന്മാർ പറയാൻ വേണ്ടിയിട്ട് തയ്യാറായോ? ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ചില സമ്മേളനങ്ങളും യോഗങ്ങളും ഇതുമായി ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ഇതെന്ന് പറയുന്നത് ഒരു പാർട്ടി അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തുമാകാം, കേരളത്തിൽ എന്തുമാകാം. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇവരുടെ ഏതാണ്ട് പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ താഴോട്ട് അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളെല്ലാം കണ്ട് മിണ്ടാതിരുന്നോളണം. ഞങ്ങൾക്ക് അധികാരമുണ്ട്, അധികാരമുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം ചെയ്യും. നിങ്ങളാരാണ് ചോദ്യം ചെയ്യാൻ? ഇപ്പോൾ മാധ്യമ സുഹൃത്തുക്കളെ ഈ സൈഡ് ലൈൻ ചെയ്തു അല്ലെങ്കിൽ മാധ്യമ സുഹൃത്തുക്കൾ സെലക്റ്റീവ് ആകുന്നു എന്നാണ് പറയുന്നത്. ഈ വിഷയം ഞാൻ ചോദിക്കട്ടെ, തലേ ദിവസം തന്നെ മാധ്യമ സുഹൃത്തുക്കൾ പല മാധ്യമങ്ങളും പറഞ്ഞല്ലോ, ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്, ഇത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നതാണ്, ആശുപത്രിയിലേക്ക് പോകണം, സ്കൂൾ കുട്ടികളുടെ വാനുകൾ പോലും സമയത്ത് സ്കൂളുകളിൽ എത്തിയിട്ടില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ പറയുന്ന ദൃശ്യമാധ്യമങ്ങൾ പുറത്തു വന്നപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, പരമോന്നതനായിട്ടുള്ള ആള്, ആ സമ്മേളനത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം പറയണ്ടേ, ആ സമ്മേളനം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ സമ്മേളന വേദി നമുക്ക് മാറ്റേണ്ടതാണ് എന്ന് പറയണ്ടേ? പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അതിനകത്ത് പങ്കെടുത്തില്ലേ?
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ജനങ്ങളോടൊരു വെല്ലുവിളി നടത്തിയാണ്. ജനങ്ങളോട് എന്തുമാകാം. അധികാരമുള്ളത് കൊണ്ട് ധിക്കാരവും ധാർഷ്ട്യവും കാണിച്ച് ജനങ്ങളോട് വെല്ലുവിളി നടത്തി ഞങ്ങൾ സമ്മേളനവും നടത്തും. സമ്മേളനത്തിന് ശേഷം മണിക്കൂറോളം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകവും. ആലോചിച്ച് നോക്ക്, സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഒരു നാടകം നടത്തിയാണ്. ഇത്ര പരസ്യമായിട്ട് ഇത്ര അഹങ്കാരത്തോടു കൂടി കേരളത്തിൽ ഭരണം നടത്തുന്ന ഒരു പാർട്ടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജനങ്ങൾ ആരോടാണ് മറുപടി പറയേണ്ടത്? ഇനി ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം കൂടി. ഈ പറയുന്ന ആൾക്കാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കഴിഞ്ഞ തലേ ദിവസം മുതൽ അവിടെ 50-ലധികം പോലീസുകാർ നിൽക്കുന്നു, വാഹനം തിരിച്ചുവിടുന്നു. അപ്പോൾ ഇതെല്ലാം പാർട്ടിയുടെ നേതൃത്വം അറിയാതെ, പാർട്ടിയുടെ ഭരണകക്ഷിയിലെ പ്രധാന നേതാക്കൾ അറിയാതെ, അവർ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കാതെ പോലീസ് എങ്ങനെയാണ് അവിടെ വരുന്നത്? പോലീസ് എങ്ങനെ അവിടെ വരും? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അധികാരമുള്ളത് കൊണ്ട് അധികാരത്തിന്റെ ഗർവ്, അഹങ്കാരം ഉപയോഗിച്ച് ജനങ്ങളോടൊരു വെല്ലുവിളി നടത്തുന്ന പാർട്ടിയായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് വഞ്ചൂരിൽ ഈ റോഡ് അടച്ചുകൊണ്ട് ജനങ്ങളോട് വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. അത് ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല. ശരി. ശ്രീ ബൈജു നോയൽ, ഇന്നിപ്പോ കോടതി ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത ആളുകളുടെ നിങ്ങൾ എന്ത് നടപടി എടുത്തു എന്ന് ചോദിക്കുകയാണ്. മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടോ? രാഷ്ട്രീയം നോക്കാതെ നടപടി എടുത്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സ്റ്റേജ് പൊളിക്കാതിരുന്നത്? സ്റ്റേജിൽ ഇരുന്നത് ആരൊക്കെ എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? സ്റ്റേജിൽ ഇരുന്ന ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു പിടി ചോദ്യങ്ങൾ വഞ്ചൂർ പോലീസിനോട് ചോദിക്കുകയാണ് കോടതി. DGP കാര്യങ്ങളൊക്കെ വിശദീകരിക്കണമെന്നും പറയുന്നുണ്ട്. വളരെ കർശനമായ നടപടി എടുക്കണം എന്ന് കോടതി നിർദ്ദേശിച്ച സ്ഥിതിക്ക് ഇപ്പോൾ വേദിയിലിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കം, V ജോയി അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. ഇവിടെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഏരിയ സെക്രട്ടറിക്കും കണ്ടാൽ അറിയാവുന്ന ആളുകൾക്കുമെതിരെ എന്ന നിലയിലാണ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ആരുടെയൊക്കെ പേരിൽ ഇപ്പോൾ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കേണ്ടതുമാണ്. ഈ നേതാക്കളൊക്കെ ഈ കേസിൽ പ്രതികളാകുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഈ നേതാക്കളൊക്കെ ഈ കേസിൽ പ്രതികളാകേണ്ടതാണ്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കേരള പബ്ലിക് വേസ് റെസ്ട്രിക്ഷൻ ഓഫ് അസംബ്ലീസ് ആൻഡ് പ്രൊസഷൻസ് ആക്ട് 2011 സെക്ഷൻ 6 പ്രകാരം അതിനകത്ത് ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരെ എല്ലാവർക്കെതിരെയും കേസെടുക്കേണ്ടതും അവർ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടതുമാണ്. അതുകൂടാതെ നേരത്തെ ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ കേസിൽ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ലംഘനം കൂടെ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, കോടതി അലക്ഷ്യ നടപടികൾ കൂടെ നേരിടേണ്ടതായി വരും. കാരണം ആ കേസിനകത്ത് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിക്കകത്ത് കാൽനട യാത്രക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സം ഉണ്ടാക്കരുത് എന്നും അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള ആളുകൾ ഈ വഴി കാൽനട യാത്രക്കാരായിട്ടുണ്ടാകാം, അവരുടെ സേഫായിട്ടുള്ള മൂവ്മെൻറ്റിന് തടസ്സം ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഈ പൊതു വഴികളിൽ പണിയരുത്. ഇവിടെ സ്റ്റേജ് പണിതിട്ടുണ്ട്, മറ്റ് സ്ട്രക്ചറുകളൊക്കെ താൽക്കാലികമാണെങ്കിലും പണിതിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയപാത നമുക്കറിയാം, സ്റ്റേറ്റിന് പോലും ഈ കാര്യത്തിൽ എക്സംഷൻ ഇല്ല എന്നുള്ളതാണ്. ഗവൺമെന്റിന് പോലും എക്സംഷൻ ഇല്ല. പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു ഇതുപോലെ ഒരു പ്രോഗ്രാം നടത്താൻ ഗവൺമെന്റിന് പോലും ആ വിധിയിൽ എക്സംഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് കോടതി അതിനകത്ത് അന്ന് പുറപ്പെടുവിച്ച ഗൈഡ് ലൈൻസിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂടെ ലംഘനമാണ് വാസ്തവത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് കോടതി അലക്ഷ്യ നടപടികളെ കൂടി ഇതിന്റെ സംഘാടകർ നേരിടേണ്ടി വരും. അതിന്റെ സംഘാടകർ എന്ന് പറയുന്നത് ആ വഴി തടസ്സപ്പെടുത്താൻ അവിടെ വന്നിട്ടുള്ള നേതാക്കന്മാരും അണികളും അത് സംഘടിപ്പിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും അതിൽ പെടുക തന്നെ ചെയ്യും. അത് തന്നെയാണ് വാസ്തവത്തിൽ അതിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ. അതിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്യണം. FIR-നകത്ത് കേസിൽ ഇത്തരം ആളുകളൊന്നും പ്രതികളല്ലെങ്കിൽ അത് ഓൾട്ടർ ചെയ്തിട്ട് FIR രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ്. അത് കൂടാതെ തന്നെ ഇപ്പൊ ദേശീയപാത അതുപോലെ തന്നെ സംസ്ഥാന പാത നേരത്തെ അദ്ദേഹം അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളായിരുന്നു. ഇതൊക്കെ പൊതു ഗതാഗതത്തിന് വേണ്ടി രാജ്യത്തിനു വേണ്ടി ജനങ്ങൾ വിട്ടുകൊടുത്ത സ്ഥലമാണ്. പൊതു ഫണ്ട് ഉപയോഗിച്ചാണ് ഇതൊക്കെ പണിതിരിക്കുന്നത്. അത് തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. പൊതുഗതാഗതത്തിന് വേണ്ടി, നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നമ്മുടെ ഫ്രീ ആൻഡ് ഫ്ലോ ട്രാഫിക്കിങ്ങിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രൈവറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഗവൺമെന്റിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് ഇതൊക്കെ പണിതിരിക്കുന്നത്. അതുകൊണ്ട് അത് ഗവൺമെന്റ് ഏറ്റെടുത്തു, ഗവൺമെന്റിൻ്റെതാണ് എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റിനോ ഗവൺമെന്റിന്റെ റൂളിംഗ് പാർട്ടിക്കോ ആർക്കും തന്നെയും ഈ വഴികളൊന്നും തടസ്സപ്പെടുത്താനുള്ള യാതൊരുവിധ അവകാശവും മൗലിക അവകാശം ഇല്ല എന്ന് കോടതി വളരെ
വളരെ സ്പെസിഫൈഡ് ആയിട്ട് തന്നെ പല ജഡ്ജ്മെന്റിനകത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായ ലംഘനം തന്നെയാണ് വാസ്തവത്തിൽ ഇവിടെ നടന്നിരിക്കുന്നത്. ശരി, ശ്രീ ജിൻഡോ ജോൺ, ഗതാഗതവും കാൽനട യാത്രയും തടസ്സപ്പെടുത്തുന്ന തരത്തിൽ സമരമോ സമ്മേളനങ്ങളോ പാതയോരങ്ങളിൽ നടത്തരുത്. ഇന്ന് കേരള ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, അതനുസരിച്ചൊരു ഗൈഡ് ലൈൻ ഉണ്ട്. സംസ്ഥാന സർക്കാർ ഫൈറ്റ് ചെയ്ത് നോക്കിയെങ്കിലും ആ ഗൈഡ് ലൈൻ എന്നുള്ളത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഇരിക്കെ, ഇവിടെ കോടതി അലക്ഷ്യത്തിൻ്റെ കാര്യം അടക്കം ചൂണ്ടിക്കാണിച്ചു, അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഇരിക്കെ ആ ഗൈഡ് ലൈൻ, ആ മാർഗനിർദ്ദേശം പാലിക്കപ്പെടാറുണ്ടോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളോടൊക്കെ ചോദിക്കുന്ന ഗൗരവതരമായ ഒരു ചോദ്യമാണ്. അല്ല അഭിലാഷേ, ആ ഗൈഡ് ലൈൻ പലപ്പോഴും പാലിക്കപ്പെടാറില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തിലടക്കം അന്ന് തെറ്റുപറ്റാത്ത ആളുകൾ കോടതി ചെവിക്ക് പിടിച്ചപ്പോഴാണ് തെറ്റുപറ്റി ഇന്ന് തിരുത്തുന്നത്. ഇവിടെ അദ്ദേഹം അനിൽകുമാർ കുറേ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി വന്നപ്പോൾ റോഡ് ബ്ലോക്കായി എന്നൊക്കെയാണ്. പ്രിയങ്ക ഗാന്ധിയും പ്രധാനമന്ത്രിയും ഒക്കെ നരേന്ദ്രമോദിയെ ഞങ്ങൾ എതിർക്കുന്നതിൽ ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസം, ഞങ്ങളുടെ നിലപാട് എന്താണെന്ന് അഭിലാഷിന് പറയാം. പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തിന് അത്രത്തോളം ഹൈ സെക്യൂരിറ്റി ഉണ്ട്. അദ്ദേഹം വരുമ്പോൾ ഇവിടുത്തെ പോലീസിനെ നേരത്തെ അറിയിച്ച് വേണ്ടത്ര മുൻകരുതലുകളെടുത്ത് മറ്റു വഴികളിലൂടെ ഗതാഗതം തടസ്സമില്ലാതെ പോകാനുള്ള ക്രമീകരണം കൂടി പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനപ്പുറത്ത് വരുന്ന ബ്ലോക്കൊക്കെ സ്വാഭാവികമാണല്ലോ. ഒരു ആംബുലൻസ് റോട്ടിൽ അടിയന്തരമായിട്ട് കടന്നു വരുമ്പോൾ പെട്ടെന്ന് ഒരു ബ്ലോക്ക് ഉണ്ടാകും. അങ്ങനെ പലതും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വരും. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ആളുകൾ കാണാൻ കൂടുന്നത് പോലെയല്ല ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുമ്പോൾ ആളുകൾ പ്രാഗിക്കൊണ്ട് ഓടിപ്പോകുന്നത്. അപ്പോൾ പിണറായി വിജയൻ പോകുമ്പോൾ ഇവിടെ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, അദ്ദേഹം പോകുമ്പോൾ ബ്ലോക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും ആക്ഷേപിക്കാറില്ല. ഇതിനൊന്നും കമ്പയർ ചെയ്യരുത്. പാർട്ടിയുടെ അധികാരത്തിലിരിക്കുന്ന ഹുങ്കിന്റെ മാത്രം ബലത്തിൽ നടു റോഡ് കയ്യേറി സമ്മേളനം നടത്തിയിട്ട് അതിനെ മറ്റ് പല കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെയും UDF-ന്റെയും സമരം സെക്രട്ടേറിയറ്റിന് പുറത്ത് നടന്നപ്പോൾ സമരപ്പന്തലിലേക്ക് നിങ്ങൾ ഗ്രനേഡ് എറിഞ്ഞു, കണ്ണീർ വാതക ഷെല്ല് പൊട്ടിച്ചു, അതുപോലെ ജലപീരങ്കി അടിച്ചു. സമരത്തിൽ പ്രസംഗിച്ച KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും എതിരെ വരെ കേസെടുത്തു. ഇവിടെ MP ഗോവിന്ദനെതിരെ കേസെടുത്തിട്ടുണ്ടോ? V ജോയിക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഇവർ പറയുന്ന 500 കണ്ടാൽ അറിയാവുന്ന ആളുകൾ, 500 പേരെ കണ്ടാൽ അറിയാവുന്ന പോലീസ് പറയുന്നത് ഈ 500 പേർക്ക് സമ്മേളനം നടത്താൻ വേണ്ടിയിട്ടാണോ 24 മണിക്കൂർ പൊതുവഴി കെട്ടിയടക്കുന്നത്? അത് കഴിഞ്ഞൊരു നാടകം കൂടി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന്, ആ കാരണഭൂതം തിരുവാതിരയും കൂടി നടത്തിയെങ്കിൽ കുറെ കൂടി ആളുകൾക്ക് തൃപ്തിയായേനെ. ഒരു മര്യാദ വേണ്ട. ഇവിടെ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ മേയർക്ക് കാറ് വട്ടമിട്ട് റോഡിന് നടുവിൽ വട്ടം പാർക്ക് ചെയ്ത് KSRTC ബസ് തടയാം, MLA-ക്ക് കയറി ഡ്രൈവറെ ഭീഷണിപ്പെടുത്താം, മെമ്മറി കാർഡ് ഒന്ന് ചെറുതായിട്ട് അടിച്ചു മാറ്റിയാൽ മതി. ഭാരത് ജോഡോ യാത്രയുമായിട്ടാണ് ഇവർ ഈ ഏരിയ സമ്മേളനത്തെ കമ്പയർ ചെയ്യുന്നത്. ഭാരത് ജോഡോ യാത്ര പോലീസിന് മുൻകൂട്ടി അറിയിപ്പ് കൊടുത്ത് ക്രമീകരണങ്ങൾ നടത്തി നാട്ടിൽ ഒരു മനുഷ്യർക്ക് ഭാരത് ജോഡോ യാത്ര നടന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരന്, ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റുകാരന് പരാതിയുണ്ടോ? ഭാരത് ജോഡോ യാത്ര നടന്നതിന്റെ പേരിൽ ഒരു പ്രയാസമുണ്ടായെന്ന്? ആളുകൾ ഈ രാജ്യത്തെ പ്രതിരോധത്തിന്റെ ഒരു കവചമായിട്ട് പരിചയമായിട്ടാണ് ഭാരത് ജോഡോ യാത്രയെ കാണുന്നത്. അതിനെ ഇവരുടെ വഞ്ചിയൂർ ഏരിയ സമ്മേളനമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഈ അനിൽകുമാറിന്റെ നാണവും മാനവും ഒക്കെ ഞാൻ ചോദിക്കുന്നില്ല, അതൊക്കെ ഓരോരുത്തരെയും കഴിവാണല്ലോ. പക്ഷേ ഒരു നാണവും മാനവും ഇല്ലാതെ ഇതിനൊക്കെ ന്യായീകരിക്കുന്നതാണ് ഇവർ പറയുന്നത്. ഇവരെ പ്രമേയത്തിൽ പറയുന്നു അത്രേ മാതൃകാപരമായ പ്രവർത്തനം നടത്തണമെന്നാണ് ഞങ്ങളുടെ പാർട്ടി പ്രമേയം പറയുന്നത്. മുഖ്യമന്ത്രി ഒരു 6 മാസം മുമ്പ് ഒരു മാതൃകാപരമായ പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഭിലാഷ് ഓർക്കുന്നില്ലേ? ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിക്കുന്ന പരിപാടി, അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, മാതൃകാപരമായ പ്രവർത്തനമാണ്, ഇനിയും തുടരണമെന്ന്. അത്തരത്തിലൊരു മാതൃകാപരമായ പ്രവർത്തനമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. അതിനപ്പുറത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അനുമതി നേടിയിട്ടില്ലല്ലോ. അനുമതി നേടാതെ ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരോ കേരള കോൺഗ്രസ്സുകാരോ മുസ്ലിം ലീഗുകാരോ മറ്റേതെങ്കിലും സംഘടനക്കാർ BJP-ക്കാർ ആരും ആയിക്കോട്ടെ അനുമതി തേടാതെ ഒരു സമ്മേളനമോ സമരമോ നടത്തിയാൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? നിങ്ങൾ മൈക്കിന് പെർമിഷൻ എടുത്തില്ല, സ്റ്റേജ് കെട്ടാൻ പെർമിഷൻ എടുത്തിട്ടില്ല, നിങ്ങളവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പെർമിഷൻ എടുത്തിട്ടില്ല. ഒരു പെർമിഷനും ഇല്ലാതെ നിങ്ങൾ ഇത്തരത്തിൽ സമ്മേളനം നടത്തിയതിന്റെ പേരാണ് അധികാരത്തിന്റെ ഹുങ്ക് എന്ന് പറയുന്നത്. എന്നിട്ട് പാർട്ടി സെക്രട്ടറി പറയാണ് മാധ്യമങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെന്ന്. ആ പാർട്ടി സെക്രട്ടറി ഒന്ന് തിരുത്തി പറയാൻ പറയണമെന്നേ. ഞങ്ങൾ നിങ്ങളെ ഇല്ലായ്മ ചെയ്യാനല്ല ആഗ്രഹിക്കുന്നത്, പക്ഷേ പാർട്ടി സെക്രട്ടറി അന്ന് പറഞ്ഞ വാചകങ്ങൾ തെറ്റായിരുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടോ? അത് പറയണ്ടേ? ശരി, ശ്രീ അനിൽകുമാർ, വഞ്ചൂർ എന്ന കാര്യം ഞാൻ വിടുകയാണ്. പൊതുവെ ഇതുപോലെയുള്ള കാര്യങ്ങളോടുള്ള സമീപനം എന്താണ്? ഈ ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളുടെ സൗകര്യങ്ങളെ, അവരുടെ അവകാശങ്ങളെയൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കുന്നതിൻ്റെ പ്രശ്നം ഇക്കാര്യത്തിലല്ലേ? VS സർക്കാരിൻ്റെ കാലത്താണ് കേരള ഹൈക്കോടതി ഈ പാതയോരങ്ങളിലെ പൊതുയോഗങ്ങളും സമരങ്ങളും എന്ന വിഷയത്തിൽ ഇടപെടുന്നത്. അന്ന് കേരള ഹൈക്കോടതി ഒരു ഉത്തരവിട്ടപ്പോൾ എന്തായിരുന്നു അതിനോടുള്ള പ്രതികരണം? നീതിന്യായ പീഠങ്ങളിൽ ഇരുന്ന ഏതാനും ചില ചുംബന്മാർ എന്ന കോടതിയലക്ഷ്യ വിധിക്ക് കാരണമായ MV ജയരാജന്റെ പ്രസംഗം ഏത് വിഷയത്തെക്കുറിച്ചാണ്?
ഈ വിഷയത്തെക്കുറിച്ചാണ്, ഈ വിഷയത്തിലെ കോടതി വിധിയോടുള്ള പ്രതികരണം എന്നുള്ള നിലയിലാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പരമ്പരാഗതമായി തന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക, അതിനെ ആരെങ്കിലും തടസ്സപ്പെടുത്താൻ വന്നാൽ അത് അരാഷ്ട്രീയതയാണ്, അത് ഞങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഞങ്ങളുടെ മൂവ്മെന്റിനെതിരെ ഉള്ള ഒന്നാണ് എന്നൊരു മൈൻഡ് സെറ്റാണ് പ്രശ്നമെന്ന് തോന്നുന്നു. കാലം മാറുന്നതനുസരിച്ച് ആ ചിന്താഗതി മാറ്റിയാൽ നന്നായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ലേ ശ്രീ അനിൽകുമാർ? ഒന്ന്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായി സംവദിക്കുന്നതിന് ഞങ്ങളുടെ കൈവശമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി പൊതുയോഗങ്ങളാണ്. ബൂർഷ്വാ മാധ്യമങ്ങൾക്ക്, വലതുപക്ഷ മാധ്യമങ്ങൾക്ക് പത്രങ്ങളും ഇതുപോലെ തന്നെയുള്ള ചാനലുകളും അവരുടെ തന്നെ മേച്ചിൽപ്പുറങ്ങളാണ്. ഇപ്പം 3 പേർ ഒരു ഭാഗത്തും ഞാൻ ഒറ്റയ്ക്കുമാണ്. അഭിലാഷ് നടുക്കുണ്ട്. അഭിലാഷിൻ്റെ മര്യാദയുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം തന്നു. ബാക്കി 3 ആളുകളിലൂടെ എന്താ ഇവിടെ പരിപാടി നടത്തിയത്? മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടാണ്. വേറെ ആർക്കെതിരെയും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്കെന്തോ ഹുങ്കുണ്ടത്രേ. ഞങ്ങൾക്കൊരു ഹുങ്കുമില്ല. ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നന്നായിട്ട് തോറ്റവരാ. തോറ്റു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വിലയിരുത്തി എന്താണ്? ഞങ്ങൾ തോറ്റു. ആ തോൽവിക്ക് കാരണമെന്തെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. തിരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു. ചേലക്കര ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചു. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. പക്ഷെ ഞങ്ങൾ ഒരു തരത്തിലും, ഇപ്പോൾ ബഹുമാനപ്പെട്ട കെ സുധാകരൻ്റെ ഭാഷയിൽ എം പി ഗോവിന്ദൻ മാഷ് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോൺഗ്രസ്സുകാരോട് ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല. ആരാ പറഞ്ഞത്? KPC പ്രസിഡന്റ്. എന്നിട്ട് ചോവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർ സമാധാനം നടപ്പാക്കാൻ ഇറങ്ങി. ഒരു ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു ജില്ലാ ഹർത്താൽ. അന്ന് അവിടെയുള്ള വണ്ടികളെല്ലാം കടത്തിവിടുന്ന സുധാകരനെ കണ്ടല്ലോ. രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VD സതീശനും എല്ലാം കോഴിക്കോട് ജില്ലയിൽ ബന്ദ് പ്രഖ്യാപിച്ചിട്ട് വണ്ടിയെല്ലാം പൊക്കോ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് വണ്ടി തടഞ്ഞ വീരന്മാരാണ് ഈ ചർച്ചയിൽ ഞങ്ങൾക്കെതിരെ നിൽക്കുന്നത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ജനാധിപത്യത്തിൻ്റെ ഭാഗത്ത്, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രകടനങ്ങൾ വേണ്ടിവരും. മതങ്ങൾ, മതസംഘടനകൾ, ആരാധനാലയങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ടാണ് സമൂഹം പ്രവർത്തിക്കുന്നത്. എന്നാൽ സമൂഹത്തെ മാനിക്കാതെ അഹങ്കാര ജഡിലമായി തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഞാൻ ഈ കോടതികളോട് തന്നെ ചോദിക്കുക, രാഷ്ട്രീയ പാർട്ടികളോട് ഇതുപോലെ നിലപാടെടുക്കുന്ന കോടതി മറ്റു ചില കാര്യങ്ങൾ കാണുമ്പോൾ കണ്ണടയ്ക്കുന്നത് എന്താ? മതപരമായ ചില കാര്യങ്ങൾ നടക്കുമ്പോൾ എന്താ നിങ്ങൾ കണ്ണടയ്ക്കുന്നത്? നിയമം എല്ലാവർക്കും ബാധകമല്ലേ? എന്ത് പ്രത്യേകതയാണ്? ചിലത് ആചാരമാണെന്നാണ് പറയുന്നത്. ഏതാചാരം? അപ്പോൾ കോടതികളും സെലക്റ്റീവാണ്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് വേറെ ഗതിയില്ലാത്തതുകൊണ്ട്, മുഖ്യധാരാ മാധ്യമങ്ങൾ എതിരായതുകൊണ്ട്, ഞങ്ങൾക്കെതിരായി നുണകളാണ് മാധ്യമങ്ങൾ സാധാരണ വന്നുകൊണ്ടിരിക്കുന്നുള്ളതുകൊണ്ട് ഞങ്ങളുടെ ഉത്കണ്ഠയിൽ ഇത്തരം സമ്മേളനങ്ങൾക്ക് വലിയ പ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരു സമ്മേളനം നടത്തിയതിൽ പിശകും ഞാനിവിടെ തുറന്നു പറഞ്ഞു. പിന്നെ നിങ്ങളെന്നാ കമ്മ്യൂണിസ്റ്റാക്കിയെന്നുള്ള നാടകം അവതരിപ്പിച്ചപ്പോൾ എന്തോ ഒരു കേട് പറഞ്ഞല്ലോ. ആ നാടകം ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ കേരളം ഇല്ലായിരുന്നു. അത് മനസ്സിലാക്കണം. ചരിത്രം പഠിക്കണം. ആ നാടകം ഉൾപ്പെടെയുള്ളൊരു അരുണ ദശകം ഈ കേരളത്തിൽ ഇല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക കേരളമില്ല. ആ ഗവൺമെൻറ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ നിയമവും ഭൂപരിഷ്കരണവും ഇല്ലെങ്കിൽ ഇന്നത്തെ നില ഈ കേരളത്തിനില്ല. ഇന്ത്യയിലെ നമ്പർ 1 ആവില്ല കേരളം. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ പോരായ്മകൾ വന്നിട്ടുണ്ടാവാം, പെശകൾ വന്നിട്ടുണ്ടാവാം. നിങ്ങൾ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞേ. 1957 ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണം അല്ലാണ്ട് ഏത് നിയമ? കുടി ഇറക്കരുതെന്ന് പറയുന്നത് ഏത് നിയമ? 1957 ഉത്തരവ് വായിച്ചു നോക്കിയേ, വായിച്ചാലേ മനസ്സിലാവൂ. ശരി, ഒരു ഇടവേള എടുക്കേണ്ട സമയം അനിവാര്യമായിരിക്കുന്നു. ഇനി സമയം വളരെ കുറവാണ്. ഒരു ഇടവേള എടുത്ത് സമയം പോലെ ഞാൻ മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് മൈജു നോയൽ, ഇപ്പോൾ ഈ വിഷയത്തിൽ നിയമത്തിന്റെ അഭാവമില്ല, കോടതി വിധിയുണ്ട്, അതേ തുടർന്ന് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. പക്ഷെ ആ ഗൈഡ് ലൈൻ ഇപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പല കാര്യത്തിലും കോടതി ഇടപെടലെ തുടർന്ന് ഇപ്പോൾ ബന്ദ് ഇല്ലാതായി, ഹർത്താലിന്റെ കാര്യത്തിൽ ഇപ്പോൾ വലിയ തോതിൽ നിയന്ത്രണങ്ങളുണ്ട്, ജാമ്യ വ്യവസ്ഥകൾ പ്രത്യേകിച്ച് ഈ PDPP ആക്ടിലൊക്കെ കർശനമാക്കിയതോടുകൂടി അക്രമ സംഭവങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറയാം, കഴിഞ്ഞൊരു 30 വർഷം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ മുമ്പ് നമ്മൾ ഒട്ടും പുരോഗമനപരമല്ല എന്ന് പറയാൻ കഴിയുന്ന പല കാര്യങ്ങളുടെ കാര്യത്തിലും ജനാധിപത്യപരമായ പുതുക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യത്തിൽ പക്ഷേ അത്ര കാര്യമായ മാറ്റം ഉണ്ടാവുന്നില്ല എന്നുള്ളതുണ്ട്. കോടതികൾ കുറെ കൂടി ശക്തമായ നിലപാടെടുത്താൽ ഇതും മെച്ചപ്പെടുത്താവുന്നതല്ലേ ഉള്ളൂ.
കോടതികൾ ശക്തമായ നിലപാടുകൾ തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ എടുക്കാറുള്ളത്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കൂടെ വളരെ പുരോഗനാത്മകമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. പരമ്പരാഗതമായ സമര രീതികൾ ഇതാണ്, ഇനി എല്ലാ കാലവും ഇതേ സമര രീതികൾ തന്നെ തുടരും എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ തെറ്റ്. നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പല വിദേശ രാജ്യങ്ങളിലും പോവുകയും അവിടെയൊക്കെ നടക്കുന്ന പല കാര്യങ്ങളും കാണുകയും പഠിക്കുകയും അത് നമ്മുടെ സംസ്ഥാനത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ന്യൂയോർക്കിൽ ഒരു പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടു. അവിടെ ഏത് രീതിയിലാണ് ആ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത് എന്നും അതിന് ഏതെങ്കിലും ഒരു പൊതുഗതാഗതമോ അല്ലെങ്കിൽ ഒരു സഞ്ചാരയോഗ്യമായ പൊതുവഴിയോ തടസ്സപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കുകയും ആ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് അതിൻ്റെ സംഘാടകർ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുത്തത് എന്നൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും ശ്രമിക്കുകയാണെങ്കിൽ അത്തരം മുഖ്യമന്ത്രി മാത്രമല്ല, ഏത് ഭരണകക്ഷി ഭരണത്തിലിരിക്കുന്ന ഏത് നേതാവും ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാനും അനുസരിക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും ശ്രമിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട കോടതികൾ പുറപ്പെടുവിക്കുന്ന ഈ പറയുന്ന ഗൈഡ് ലൈൻസ് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ വാസ്തവത്തിൽ ഈ പരമ്പരാഗതമായ സമര രീതികൾ മാത്രമേ നമ്മൾ നടത്തുകയുള്ളൂ എന്നുള്ള ചിന്ത മാറ്റിവെച്ചുകൊണ്ട് പുരോഗനാത്മകമായ മറ്റ് സമരമാർഗങ്ങൾ കൂടെ ജനങ്ങൾക്ക് പ്രയാസമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ആ നിലയ്ക്കുള്ള മാറ്റം, ഒരു പുതുക്കൽ, ഒരു സ്വയം നവീകരണം പാർട്ടികൾ നടത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാൻ 4 പേർക്കും വളരെ നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.